أعوذ بالله من الشيطان الرجيم بسم الله الحمد لله الصلاة والسلام على رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما ربنا زدنا علما. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നലെ ഒരുപാട് ഓർമ്മകളിലൂടെ നമ്മൾ അങ്ങനെ പോയി. പിന്നെയും ഓർക്കുമ്പോൾ ഒരുപാട് ഇനിയും പറയാനുണ്ടായിരുന്നു. പറഞ്ഞത് പിന്നെ മുഴുവനായില്ല എന്ന് പിന്നെ നമുക്ക് തന്നെ സമയം തീരാനായെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അപ്പോൾ പിന്നെ ടീച്ചർ പറയുന്നു അല്ല നമ്മൾ മുസ്ദലിഫയിലേക്കൊന്നും പോയില്ലല്ലോ എന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടേക്കൊക്കെ പോവാം. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ആയിട്ടുള്ളവരും പിന്നീട് ഇന്നലെ ആ ക്ലാസ് പിന്നീട് കേട്ടവരും ഒക്കെ ഹജ്ജിന് പോയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള എല്ലാവരും കൂടെ ഒന്നുകൂടി നമുക്കിങ്ങനെ കൂടിയിരുന്ന് ഓരോരുത്തരുടെ അനുഭവങ്ങളും ഇതുപോലെ പങ്കുവെക്കണം ഇൻഷാ അല്ലാഹ്. ഇന്നലെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് എല്ലാവർക്കും എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ഒരു ഇഷ്ടമാണ് ജീവിതത്തെ അത് ഖുർആനാകുന്ന കണ്ണാടിയിലൂടെ നോക്കി കാണുക എന്നുള്ളത്. അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം പഠിച്ച ആയത്തുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അപ്പോഴാണ് ഈ പറഞ്ഞ ഒരു വല്ലാത്തൊരു നമ്മുടെ ഹൃദയത്തിന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടല്ലോ, അതാണ് നമ്മൾ തദബ്ബുർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് കിട്ടണം. അപ്പോൾ അത് നമുക്ക് അവിടെ വെച്ചാകുമ്പോൾ കുറച്ചുകൂടി അത് വല്ലാത്തൊരു ഫീലിംഗ്. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമുക്കറിയാമല്ലോ, ഖുർആൻ ഇറങ്ങിയ ആ ഒരു പരിശുദ്ധമായ ആ ഒരു ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഇത് ഉണ്ടാവും നമുക്ക് എല്ലാറ്റിനും. നമുക്ക് ഓരോ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും ഒക്കെ നമ്മളത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ടായിരിക്കണം അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് കൂടുതൽ. അപ്പം അതുപോലെ നമ്മൾ എന്നും ആയിരിക്കണം എന്നുള്ളതാണ്. എന്ത് കാര്യത്തിനെയും നമ്മൾ പഠിച്ച ആയത്തുകളിലൂടെ നോക്കി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി, ആ ഒരു സന്തോഷം അത് നമ്മൾ അറിയുക തന്നെ വേണം. അങ്ങനെ അതാണ് ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അതിലൂടെ എങ്ങനെ നമ്മൾ ആയത്തുകളിലൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെയാണ് നമുക്ക് തഖ്വ വർദ്ധിപ്പിക്കാനും അമലുകൾ കൂട്ടാനും ഒക്കെ ഒരു നമുക്കൊരു പ്രചോദനമാകുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്കൊരു കൂടുതൽ ഒരു മുന്നേറാനുള്ള ഒരു ആവേശമാണ് അതിലൂടെ നമുക്ക് കിട്ടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഞാൻ ഇന്നലെ തുടങ്ങിയ കാര്യത്തിലേക്ക് ഒന്നുകൂടെ പോവാണ്, ഖുർആൻ പഠനം. കാരണം ഈ നേരത്തെ പറഞ്ഞല്ലോ അബ്ദുസ്സലാം മൗലവിയുടെ കൂടെ ആയിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ ആ ഒരു സന്തോഷം എന്നെ അടുത്തറിയുന്നവർക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ അത്രത്തോളം ആ ഒരു കാര്യത്തിന് ഇത്ര ഒരു ബ്ലെസ്സിങ് ആയിട്ട് പറയണതെന്ന്. കാരണം ഞാൻ പഠിച്ചു തുടങ്ങിയത് സമാരിയിൽ വെച്ച് ഖുർആൻ പഠനം തുടങ്ങി. ജസ്റ്റ് നമ്മൾ അമജുസും അതിൽ കൂടെ തന്നെ ഫാത്തിഹയും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ നമ്മൾ അഹ്ലുൽ ഖുർആനിൽ നമ്മൾ ജബീൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഖുർആനിൻ്റെ തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അന്നൊന്നും യൂട്യൂബും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും അന്ന് CD-കളായിരുന്നു അല്ലേ നമുക്കൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ആ മുഹമ്മദ് ഉസ്താദിന്റെ CD-കൾ അത് കേട്ടിട്ടാണ് കുറച്ച് ഫാത്തിഹയിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചതിനേക്കാളും കൂടുതലും. പിന്നീട് ഇപ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും അതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷെ അത്ഭുതങ്ങളാണ് നമ്മൾ പലപ്പോഴും ഖുർആന്റെ ആയത്തുകൾ പിന്നീട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അന്ന് മുതൽ ഞാൻ ഇപ്പോഴും ഉസ്താദിന്റെ സ്റ്റുഡൻ്റാണ്. ഉസ്താദ് എന്നെ കണ്ടിട്ടില്ല, ഞാൻ ഉസ്താദിനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഞാൻ ഉസ്താദിനെ കാണുന്നത് ദുബായിലായിരുന്നിട്ട് പോലും എനിക്കതിന് കാരണം അൽമനാറിലാണ് അദ്ദേഹം അവിടെ ക്ലാസ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഹജ്ജിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ ഫസ്റ്റ് ഉസ്താദിനെ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ തന്നെ. അൽഹംദുലില്ലാ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അത്രയും കാലം 2010 മുതൽ ഖുർആൻ പഠിച്ചു തുടങ്ങിയത് മുതൽ ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ അന്ന് ഹജ്ജ് അത് ഇപ്പം നമുക്ക് ഹജ്ജിൻ്റെ ഈ ബഖറയുടെ ഗ്രൂപ്പിൽ ഉസ്താദ് ഹജ്ജിനെ കുറിച്ച് ഒരിക്കൽ ഇതിന് തൊട്ട് മുമ്പത്തെ ഉസ്താദ് പോയത് ഒരു 4 വർഷം മുന്നേ, കൊറോണയുടെ മുമ്പാണെന്ന് തോന്നുന്നുണ്ട്, ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പം ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ഒഴിവുണ്ട് ആരെങ്കിലും. അപ്പം അന്നേരം മനസ്സിലൊരു ആഗ്രഹം തോന്നി, റബ്ബേ ഉസ്താദിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക്, ഞാൻ അറിയില്ല ഇങ്ങനെ ഒരു ഉസ്താദ് അങ്ങനെ പോവാറുണ്ടതൊന്നും, അപ്പം അങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ആരോടെയും പറഞ്ഞോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അൽഹംദുലില്ലാ ഹസ്ബൻഡ് ആ ഒരു വഴിക്ക് തന്നെയാണ് എത്തിപ്പെട്ടതും പോയതും. അതും കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഹജ്ജിന് ഒന്ന് ആദ്യം പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ തന്നെ.
നമുക്കും പോകാൻ സാധിച്ചില്ല, ഉസ്താദും ഉണ്ടായില്ല. സുബ്ഹാനല്ലാഹ്. അതൊക്കെ എന്താണ്, ഇതൊക്കെ റബ്ബിന്റെ ഒരു തൗഫീഖ് എന്നല്ലാതെ എന്താ പറയുക അല്ലേ. ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. അതിൽ ആ ഗ്രൂപ്പിൽ വന്ന പലരും വേറെയും പറഞ്ഞു, വേറെ ഇതിലായിരുന്നു കൊടുത്തത്, അപ്പം അതെന്തോ അവർക്ക് കിട്ടാത്തത് കൊണ്ട് പിന്നെ ഇതിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് പിന്നെ ഇതൊക്കെ കൂടി കണക്ട് ചെയ്ത് വരുമ്പോൾ അവരുടെയും സന്തോഷം. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അതിന് ഒന്നും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഇല്ലാതെ റബ്ബ് നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കണ്ണിൻ്റെ സന്തോഷമായിട്ട് നമുക്ക് തരുമ്പോൾ ഉണ്ടാകുന്ന അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ. അപ്പം നമുക്കിങ്ങനെ തോന്നൂലേ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അള്ളാഹു നമ്മൾക്ക് ഒരു പ്രിയപ്പെട്ടവരായി നമ്മളെ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വലിയ ആവുന്ന റബ്ബ്, അങ്ങനെയൊക്കെ നമ്മൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ നമ്മളുടെ ആ ഒരു സന്തോഷം അല്ലേ, നമ്മളുടെ ഫീലിംഗ് ആണ് അത്. അള്ളാഹുവിൻ്റെ അടുത്താണ് നമ്മളെങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളത്. ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനെ റബ്ബിനോട് അടുക്കാൻ ഖുർആനിലൂടെ കൂടുതൽ അല്ലേ നമ്മൾ അടുത്തിരിക്കണം, ഇനി അടുക്കേണ്ടവരാണ്. അതിലൂടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലേ ചിലപ്പോൾ ചോദിക്കാതെ തന്നെ റബ്ബ് തരും. അതാണ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അത് കൂടാതെ തന്നെ എപ്പോഴും ഹജ്ജിൻ്റെ അനുഭവങ്ങൾ കേൾക്കാൻ, അത് ശരിക്കും അത് ഉസ്താദിൻ്റെത് വേറൊരു ലെവലാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന പോലെയാണ്. ഒരു ആയത്ത് പറയുമ്പോൾ നമ്മൾ ആ ഒരു അറിയാതെ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ വന്നു പോകും. ആ ഒരു സ്റ്റൈലാണ് സംസാരിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആഫിയത്തിനെ കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസിനെ കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഖുർആൻ പഠിച്ചു തുടങ്ങുമ്പോഴും എനിക്ക് ഒന്നും അറിയാത്തതിൽ നിന്ന് പഠിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെപ്പോലെ ഉള്ള ആളുകൾക്ക് പഠിക്കാൻ ഒരു പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റണം എന്നുള്ളത്. അതിനൊക്കെ അൽഹംദുലില്ലാഹ് എനിക്ക് പഠിച്ചവന് ഓരോരോ വഴികൾ തുറന്നു വന്നു. മദ്രസ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ മിഷ്കാത്തിലായിക്കോട്ടെ, ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ടീച്ചർ എപ്പോഴും പറയാഞ്ഞിട്ടല്ല, എനിക്ക് വരാൻ കൂടാഞ്ഞിട്ടാണ്. എന്നാൽ തന്നെയും ഇവിടെയൊക്കെ എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. കാരണം എത്രയൊക്കെ കേട്ട കാര്യങ്ങളാണെങ്കിലും എത്ര ആവേശത്തോടു കൂടിയാണ് ഓരോ ദിവസവും ഈ ഗ്രൂപ്പിലെ ആളുകൾ ജോയിൻ ചെയ്യുന്നത്, അത് കേൾക്കുന്നത് അല്ലെ. പഠിച്ച സൂറത്തുകളായിരിക്കാം, പഠിച്ച ആയത്തുകളായിരിക്കാം, കേട്ട ഹദീസുകളായിരിക്കാം. എന്നാലും ആർക്കും ഒരു മടുപ്പോ ഇതൊന്നും ഇല്ലാതെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈ ഒരു കൂട്ടുകെട്ടും ഇതൊക്കെ റബ്ബ് ഏറ്റവും നല്ല സ്വാലിഹായ അമലാക്കി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. എന്നെന്നും മരണം വരെ ഇത് നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളൊക്കെ പോയാലും നമ്മുടെ മക്കളൊക്കെ ഇത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ആസാറായിട്ട് ഇതവിടെ ഉണ്ടാവണം അല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ തന്നെ അവിടെ വെച്ച് ഉസ്താദിൻ്റെ പ്രോത്സാഹനത്തോടു കൂടി തന്നെ അള്ളാഹുവിൻ്റെ 2 ആയത്തുകൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അതെനിക്ക് അവിടെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് അതിലേക്കാറേറെ അനുഭൂതിയായി. അതിൽ ഞാൻ ഇന്നലെ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഉസ്താദ് നമ്മളോട് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞു പിന്നെ നമ്മൾ ഹറമിൽ ഓതുന്ന ആയത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ, അതൊന്നും ഒരു വിഷയമല്ല. എല്ലാവരും അതൊന്ന് എന്താ പറയുക, നമ്മളത് നമ്മളതിലോട്ടൊരു ശ്രദ്ധ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ അർത്ഥമൊന്നും എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ കൂടിയിട്ട് നമുക്കറിയാലോ ഖുർആനല്ലേ, അതിൻ്റെ ഒരു ഫീലിംഗ് വരുമല്ലോ. ആ തരത്തിലാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ദിവസം മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി, എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 ക്ലാസ് അല്ലാതെ തന്നെ എടുത്തു എന്ന് തോന്നുന്നു. ദുആകളും പിന്നെ ഇങ്ങനെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഉസ്താദ് ഈ കാര്യം പറഞ്ഞത് മുതലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്നിപ്പോൾ ഓതിയത് എന്താണോ അത് നാളെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ ആക്കി. അപ്പം ഫജറിനും മഗ്രിബിനും ഇഷാനും ആണല്ലോ നമ്മൾ, അപ്പം എന്തെങ്കിലും സൂറത്തായിരിക്കും. അപ്പോൾ ആദ്യത്തിലൊക്കെ ശരിക്കും ഒരു എന്താ പറയുക, ശരിക്കും നമ്മളെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച്, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ കുറിച്ച്, അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള കുറേ ആയത്തുകളായിരുന്നു. നോർമയിൽ അങ്ങനെയാണ്, ഒരുപാട് ആയത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെ കുറിച്ചായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഹജ്ജ് കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് തന്നെ ഫജറിനാണെന്ന് തോന്നുന്നു സൂറത്തുർ റഹ്മാനിലെ ആയത്ത് കേട്ടപ്പം ശരിക്കും ഞാൻ ശരിക്കും അത് ശ്രദ്ധിച്ചിട്ടുള്ളവർ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നിപ്പോവും. ഹൽ ജസാ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, അതായത് നല്ലതിന് നല്ലതല്ലാതെ വേറെന്താ പ്രതിഫലം അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമ്മൾ ചെയ്തതിനൊക്കെ റബ്ബ് നമുക്ക് പ്രതിഫലം നൽകുകയാണല്ലോ അല്ലെ. നല്ല പ്രവൃത്തിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്, നല്ലത് ചെയ്തു കൊടുക്കലല്ലാതെ മറ്റു വല്ലതുമാണോ എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷം വരില്ലേ. അത് മനസ്സിലാകുന്ന തരത്തിലേക്ക് ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ ഹജ്ജിന് പോകാത്ത ആളുകളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ ഇതുപോലെ ആയത്തുകൾ ശ്രദ്ധിക്കണം അല്ലേ. ഇതുപോലെ നമുക്ക് അവിടെ നിന്ന് ആ സന്തോഷം അല്ലേ, ഇത് റബ്ബ് നമ്മളോട് സംസാരിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഇമാമ് ഓതുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ വാക്കുകളാണ് അതൊക്കെ. അപ്പം നമ്മളിതൊക്കെ കഴിഞ്ഞു വന്ന്
അല്ലേ, നമ്മൾ ഹജ്ജെന്ന ആ ഒരു മഹത്തായ കർമ്മം ചെയ്തു വന്നിട്ട് അവിടെ നിന്ന് അല്ലേ നമ്മളോട് റബ്ബ് ചോദിക്കുന്ന പോലെ ആ ഒരു ഇതല്ലേ നമുക്ക് എത്തുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആ ഒരു പ്രതിഫലം അല്ലേ ഏറ്റവും നല്ലതായ എന്താണോ അതിന് റബ്ബ് കൂട്ടി വെച്ചിട്ടുള്ളത് നമുക്കൊക്കെ ആ ഒരു പ്രതിഫലം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നൽകട്ടെ. ആമീൻ. അല്ലേ, അപ്പം അങ്ങനെ എല്ലാം പിന്നെയും കഫിലായത്തുകളൊക്കെ പറയുമ്പോൾ എന്തെന്നെ ആയാലും സൽക്കർമ്മം അല്ലേ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു അവനാണ് പ്രതിഫലമായ അതിവിശിഷ്ടമായ സ്വർഗമുള്ളത്. അമ്മാമൻ ആമന വഅമില സ്വാലിഹൻ ഫലഹു ജസാഅനിൽ ഹുസ്ന വസനഖൂലു ലഹു മിൻ അംരിന യുസ്ര. അതിൽ പറയുന്നുണ്ടല്ലോ എന്താണ്, അവനോട് നാം നിർദ്ദേശിക്കുന്നത് നമ്മുടെ കൽപ്പനയിൽ നിന്ന് എളുപ്പമുള്ളതായിരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ആലോചിച്ചു ശരിക്കും, കാരണം നമുക്ക് ഹജ്ജ് എന്ന് പറയുമ്പം അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ പലതരം കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്താണ്, ആ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആ ഒരു അല്ലേ ആ ആളുകൾക്ക് തീർച്ചയായിട്ടും റബ്ബ് നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചുവോ അതൊക്കെ എളുപ്പമായിട്ടാണ് അല്ലേ, എളുപ്പമായിരിക്കുകയും ചെയ്യും. കാരണം നമുക്ക് ആ ഓരോ ദിവസവും നമുക്ക് അല്ലേ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോരോ കടമ്പകൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മുമ്പ് ചെയ്തവരായിക്കോട്ടെ ഈ വർഷം ചെയ്തവരായിക്കോട്ടെ, പക്ഷെ നമുക്കറിയാം ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം വേറൊരു പോലെയായിരുന്നു അല്ലേ. നമ്മൾ എങ്ങനെയാണോ അതിനെ കണ്ടത് അതിനനുസരിച്ച് എളുപ്പങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്, നമ്മളിലേക്ക് സഹായങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. ഓരോരോ കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് അല്ലേ ആ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ ഒന്ന് എന്താ വിചാരിച്ചു പോവെങ്കിൽ അപ്പം തന്നെ നമുക്ക് അല്ലേ എളുപ്പങ്ങൾ നമ്മുടെ മുന്നിലേക്ക് റബ്ബ് കാണിച്ചു തന്നിട്ടുണ്ട് പലതരത്തിൽ അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിക്കും അതാണ് നമ്മൾ ആ ഇത് വേണം, ആ തവക്കുൽ അല്ലേ, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, ദൃഢമായ വിശ്വാസം അല്ലേ. യഖീനുള്ള ആൾക്കാർ എന്തായിരിക്കും, തീർച്ചയായിട്ടും റബ്ബിൽ അത്രയും തവക്കുലുള്ളവരായിരിക്കും. അപ്പം ആ തവക്കുലോട് കൂടി തന്നെ എന്താണ്, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രയാസപ്പെട്ടാലും ഞാനത് ചെയ്യും. വയ്യ അല്ലേ, കാല് വേദനയുണ്ട്, ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കും. കിലോമീറ്ററുകളാണല്ലോ നടക്കുന്നത്, സുബ്ഹാനല്ലാഹ്. പക്ഷേ അടുത്ത സ്റ്റെപ്പും മുന്നോട്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇതിനിടയിൽ മരണപ്പെട്ടാൽ പ്രശ്നമില്ല അല്ലേ, മരണപ്പെട്ടു പോയാൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ആരെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, എനിക്ക് വയ്യ എവിടെയാണെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിക്കില്ല. ഇരിക്കാനൊന്നും ആർക്കും ഇല്ല, റെസ്റ്റ് എടുക്കണം എന്നൊന്നുമില്ല, ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതെന്താണ്, റബ്ബൊരു എളുപ്പം നൽകുകയാണ്. അതാണ് പറഞ്ഞത്, പ്രായമുള്ളവരും ഒരുങ്ങി ഇറങ്ങി ഓരോ കാര്യത്തിനും ഇന്ന് നാളെ നിങ്ങൾക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ ഞാനും വരാം അല്ലെ, ഒരുങ്ങി ഇറങ്ങിയാണ് ഓരോരുത്തരും. കല്ലൊക്കെ എടുത്തു വെച്ച് കയ്യിൽ പിടിച്ച് അല്ലെ അവരുടെ മക്കനെയൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നും. കാരണം അവർക്കത് എളുപ്പമായിട്ട് മാറണം, അവരുടെ പ്രയാസങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ആയത്തുകൾ നമ്മളിങ്ങനെ അതിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്തൊരു സന്തോഷമാണ്, നമ്മുടെ ജീവിതത്തിന് എന്തൊരു സമാധാനമാണ്. വെറുതെ അല്ലല്ലോ റബ്ബ് പറഞ്ഞത്, ഇതൊക്കെയാണ് ഖുർആനെന്ന്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക റബ്ബിൻ്റെ അടുത്ത് നമുക്ക് അങ്ങനെ ആക്കി തരണേ എന്ന് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അൽഹംദുലില്ലാ ഞാനങ്ങനെ ആയത്തുകൾ ഇനിയിപ്പം നമ്മളിപ്പോൾ എവിടെ പോയാലും ഇപ്പം അല്ലാതെയും നമ്മളിവിടെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ജുമാക്ക് പോകുമ്പോഴായാലും അല്ലാതെയും ഇപ്പം നോമ്പിനൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ ആയത്തുകൾ ശ്രദ്ധിക്കുന്നവർ തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ വെച്ച് റബ്ബ് നമ്മളോട് സംസാരിക്കുന്നത് പോലെ തന്നെ അതിനെ കാണുമ്പോൾ നമുക്ക് ഓരോ സമയത്തും അന്നേരം വേണ്ടത് എന്താണോ അതാണ് നമ്മളോട് റബ്ബ് പറയണതെന്ന് നമുക്ക് തോന്നിപ്പോകും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാ ഇനി നമുക്ക് നമ്മുടെ യാത്ര നമുക്കൊന്നുകൂടി തുടരാം. നമ്മൾ അല്ലേ മിനായിൽ നമ്മൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് ആ ചൂടിൻ്റെ ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. ആ ഒരു പ്രത്യേകിച്ച് ആർക്കും പ്രത്യേകിച്ചൊരു ഇതൊന്നും കിട്ടിയിട്ടില്ല അവിടെ. അത് പ്രൈവറ്റും ഗവൺമെൻറ്റും എല്ലാം ഒരേപോലെ ആയിരുന്നു. അതിന് മെയിൻ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ടെൻറ്റും അതിനകത്ത് ഇത്രയും 300 ബെഡ് ഉണ്ടാവും എന്ന് ഞാൻ പറയുകയാണ്, എനിക്കറിയില്ല എത്രത്തോളം, ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. എന്നാൽ തന്നെയും രണ്ട് സൈഡിലും ഡോറുകളും മാത്രമായിരുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരത്തെ അസീന ടീച്ചർ കാര്യം പറഞ്ഞല്ലോ, നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളത് ബോധ്യപ്പെടുത്തി തന്നെ വേണം. ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ചൂടിൻ്റെ സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള AC കൾ കൂടി വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ മുകളിൽ എന്തെങ്കിലും എയർ പാസേജിന് മറ്റേ ടെൻറ്റുകളിലെ പോലെ എന്തെങ്കിലും വെക്കുകയോ ചെയ്തിരിക്കണം. കാരണം നല്ല ആ ഒരു പകൽ സമയത്ത് ആദ്യത്തെ ദിവസമേ നമ്മളത് പിറ്റേ ദിവസം മുതൽ നമ്മൾ അതൊരു വലിയ വിഷയം അല്ലാത്ത രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തുനിന്ന് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത പോലെ എന്ന് പറയില്ല, അതുപോലെയുള്ള ചൂടാണ്. കാരണം പുറത്തുള്ള മറ്റേ ടെൻറ്റുകളിലെ AC-യുടെ കംപ്രസറിൻ്റെ ചൂടും കൂടി ഈ ടെൻറ്റിലേക്ക് അടിക്കുകയാണ്. പിന്നെ ലൈറ്റും വലിയ ലൈറ്റാണ്, അപ്പം ആ ലൈറ്റിൻ്റെ ചൂടും നമ്മളെ ഉള്ളിൽ ഉണ്ടാവുമായിരുന്നു. എന്നാലും ആ ക്ഷീണത്തിലും നമ്മൾ പറഞ്ഞല്ലോ ആ വെളിച്ചത്തിലും
ആ ചൂടിലും ആ ഒരു ഇത്തിരിവട്ട സൗകര്യത്തിലും എല്ലാവരും ഉറങ്ങുന്നുണ്ട്, കിടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ഏതൊരു രീതിയിലാണെങ്കിലും നമ്മൾ ഇവിടുന്ന് നമുക്കത് പറ്റൂല ഇത് പറ്റൂല എന്ന് പറയുമ്പോഴും ആ ഒരു സൗകര്യത്തിലും നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ബാത്റൂം ആണെങ്കിലും കാര്യങ്ങളും ഒക്കെ തന്നെ ക്യൂ നിന്നിട്ടും ആയിട്ടും ഒക്കെ തന്നെ അല്ലേ. അൽഹംദുലില്ലാ ഒക്കെ നമ്മളതങ്ങനെ കഴിഞ്ഞു പോയി. എന്നാൽ തന്നെയും വളരെ ആ ഒരു സമയത്ത് ഞാൻ മിനയിലെ ടെൻറ്റിലെ കാര്യം തന്നെ പറയുകയാണ്. നമുക്ക് കുറച്ചുകൂടി ഇനിയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ വേസ്റ്റ് ഇടാൻ ഇഷ്ടം പോലെ ഇതൊക്കെ വെച്ചിട്ടുണ്ടാകും. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കളയുക. അതൊക്കെ ഞാൻ വിചാരിക്കും എത്ര ചീത്തയായി പോവുകയാണ് ആ ഭാഗങ്ങളൊക്കെയെന്ന്. കാരണം എത്ര പെട്ടെന്ന് നമ്മൾ വരുമ്പോൾ അതെല്ലാം നീറ്റ്ലി അല്ലേ വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് എല്ലാവരും. പിന്നെ എല്ലാവരും വന്ന് ബാഗൊക്കെ വെച്ച് അതൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതും അവിടെ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, നമ്മളൊക്കെ പിന്നെ പെറുക്കലും കവറിലിടലും അതിനൊക്കെ ഉത്സാഹിച്ച് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാലും അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ കാര്യത്തിലൊക്കെ നമ്മളും എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഗ്രൂപ്പിൽ നമുക്കൊരു സംസാരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവിടെയും ഇവിടെയും, കാരണം ജംറയിലേക്ക് പോകുന്ന വഴിക്കായിക്കോട്ടെ വെള്ളം കുടിച്ചാൽ അത് അവിടെ തൊട്ടപ്പുറത്ത് അല്ലേ എത്രയോ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഇങ്ങനെ വെച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. ഒരിത്തിരി സമയം കയ്യിൽ പിടിച്ചാൽ മതി, അടുത്ത അവിടെ വേണമെങ്കിൽ നമുക്ക് ഇടാം. അല്ല ആദ്യത്തെ ദിവസത്തിലൊന്നും വെള്ളവും കുപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല കളയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ദിവസം മുതൽ ചിലപ്പം വെള്ളം എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവുമല്ലോ വെള്ളം വഴിയിലൊക്കെ. അപ്പോൾ വെള്ളമുള്ള ബോട്ടിലൊക്കെ ചവിട്ടിപ്പോയ ആൾക്കാരങ്ങ് വീഴും. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഇട്ട ആളിന് അതിന് തെറ്റല്ലേ അത് ശരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലേഡീസൊക്കെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചിലർ മുറിച്ച മുടിയൊക്കെ അവിടെ തന്നെ ഇടും. നമുക്ക് അവിടെ പുറത്താണ്, ബാത്റൂമിനകത്ത് ഇത് വെക്കുന്നില്ല, ബാസ്ക്കറ്റ് വെക്കുന്നില്ല, പുറത്ത് വലിയൊരു കവറിട്ട് അവർ വെച്ചിട്ടുണ്ട്. അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ ക്ലീൻ ആക്കുന്നൊക്കെയാണ്. എന്നാലും ഇത്രയും ആളുകൾ യൂസ് ചെയ്യുന്നതല്ല. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാത്റൂമൊക്കെ അൽഹംദുലില്ലാ നല്ല തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുളിച്ചാൽ മുടിയായാലും ചിലപ്പം പാഡോ അല്ലെങ്കിൽ ടിഷ്യൂവോ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ബാത്റൂമിൽ ഇട്ടിട്ട് പോവുക. അതേപോലെ നമ്മൾ ഇത് മറ്റേ നമ്മളെ ഹാൻഡ് ഷവർ അതൊക്കെ അങ്ങനെ നിലത്തിട്ടിട്ട് പോവുക. അതൊക്കെ നമുക്ക് കൊളുത്തി വെക്കാൻ സൗകര്യങ്ങളുണ്ട്. അതുപോലെ മുടിയും കാര്യങ്ങളും നമ്മളില്ലേ അപ്പം തന്നെ നമ്മുടെ കാലുകൊണ്ട് തന്നെ ഒന്ന് തോണ്ടിയെടുത്ത് നമുക്ക് തൊടാൻ മടിയാണ്. കാരണം വേറെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ബാത്റൂം ആണെങ്കിൽ പോലും നമ്മൾ കാലുകൊണ്ട് അതൊന്ന് തോണ്ടിയെടുത്ത് ഒന്ന് അങ്ങോട്ടിട്ട് ഫ്ലഷ് ചെയ്ത് വെച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തിരിക്കണം. കുളിക്കാൻ അവിടെ നിന്നും നമ്മൾ കുളിക്കുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഫ്ലഷിൻ്റെ കാര്യമാണെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. വേറൊരാൾ വരുമ്പോൾ ആ ബുദ്ധിമുട്ട് പറയുമ്പോഴേ വല്ലാത്തൊരു നമുക്കത് നമ്മളത് കാണുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നും. അവരിങ്ങനെ ചിലപ്പം ഇങ്ങനെ പറയില്ല ചിലരൊക്കെ എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് വേറെ ലാംഗ്വേജുകാരങ്ങനെ വല്ലാതെ ഇങ്ങനെ പറയില്ലേ, പ്രാഗുക എന്ന് പറയില്ല, ആ തരത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്കതൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും നമ്മൾ മലയാളികൾ സ്വതവേ എല്ലാം ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊന്നും വരരുതെന്ന് മാത്രമല്ല, നമ്മൾ ഭയങ്കര വൃത്തിക്കാരാണെങ്കിൽ നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒരു കാര്യങ്ങൾ കൊണ്ട് പോലും നമ്മളൊരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് നമ്മളിൽ നിന്നുണ്ടായിട്ടോ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് നമ്മൾ ദുആ ചെയ്ത് തന്നെ എപ്പോഴും മുന്നോട്ട് നീങ്ങുക. അപ്പോൾ പിന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളെ കൊണ്ടാവും വിധം നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യും. ഒരു ടിഷ്യൂ പോലും അല്ലെങ്കിൽ ഒരു കുപ്പി പോലും നമ്മൾ വെറുതെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു കാര്യത്തിലൊക്കെ അത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ മിനയിൽ നിന്ന് നമ്മൾ അല്ലേ അറഫയിൽ പോയപ്പോഴും നമ്മുടെ കൂടെയുള്ള പലർക്കും മിനയിൽ തന്നെ ടെൻറ്റ് കിട്ടാതെ നമ്മളൊരു ഒരു ഫ്രണ്ട്സിൻ്റെ വന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ അവിടെ ബാത്റൂമിൻ്റെ അടുത്ത് ഒരുപാട് നേരം വെയിലത്ത് നിന്ന്, നമ്മൾ ഈ വെയിലത്ത് ഇതിനകത്ത് കാരണം ഫസ്റ്റ് ഡേ നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് പറഞ്ഞ് ഇവരവിടെ നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയി നോക്കി. അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. കാരണം ടെൻറ്റിൻ്റെ എണ്ണത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ അവർക്കുള്ള ടെൻറ്റിൽ വേറെ ആൾക്കാർ നേരത്തെ വന്നതുകൊണ്ട് അങ്ങനെ കയറിപ്പോയത് കൊണ്ടോ എങ്ങനെയാ അങ്ങനെ ഒരു ഇത് വന്നതെന്ന് അറിയില്ല. ഏതായാലും അവർ ഒരു ഉച്ച സമയം മുതൽ അവർക്ക് ഫുഡൊക്കെ അവിടെ എത്തിച്ചു കൊടുത്തു എന്ന് തോന്നുന്നു. അവിടെ ആ പൊരിഞ്ഞ വെയിലത്ത് ഞാനൊരു 4:30-5 മണി ആയപ്പോഴാണ് എന്നോട് ഇങ്ങനെ വിവരം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി നോക്കുന്നത്. അവരെല്ലാവരും പിന്നെ ബസ് വന്നു 5:30 ആകുമ്പോഴത്തേക്കിനും അവർ ബസ്സിൽ കയറിപ്പോയി. ഇതേപോലെ തന്നെ ടെൻറ്റ് തന്നെയായിരുന്നു, പക്ഷെ കുറച്ചുകൂടി അപ്പുറത്താണ് അവർക്ക് ടെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ടെൻറ്റ് കിട്ടാത്ത ആളുകൾ ഞാൻ ഒരു കൂട്ടരെ കണ്ടിട്ടില്ലെങ്കിലും അതുപോലെ വേറെയും ആൾക്കാരുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ അറഫയിലെത്തിയപ്പോഴും ഇതേപോലെ ഇവർ ഇങ്ങനെ ആയതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, നേരത്തെ തന്നെ അറഫയിലേക്ക് പുറപ്പെട്ടു. ഇത് നമ്മുടെ ഈ പറഞ്ഞ മിനയിൽ ടെൻറ്റ് കിട്ടാവുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് അവിടെ അറഫയിൽ ഈ പറഞ്ഞതുപോലെ അവർ കയറിയൊക്കെ സെറ്റായപ്പം വേറൊരു ടീമും അതിനകത്തേക്ക് കയറി ആകെ ഇത് നമ്മളതാണ്, അങ്ങനെ ഉണ്ടല്ലോ, ഇത് നമ്മളെയാണ്, നമ്മൾ അങ്ങോട്ട് അങ്ങനെയൊക്കെ ഓരോ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ആരോടും തർക്കം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബിലെ
നിങ്ങൾ തർക്കമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ളതോ അവിടെ നമ്മളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ അത് പഠിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അത് അവരെന്തോ തർക്കം പിടിക്കാൻ വന്നപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു തോന്നുന്നു, ഇത് പാടില്ല കേട്ടോ, നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരവിടെ തന്നെ എല്ലാവരും കൂടി എങ്ങനെയൊക്കെയോ ആ ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തോ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ നമ്മളുടെ സ്ഥലത്താണല്ലോ ഇവർ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവിടെ നമ്മൾ മുഖം കറുപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്കിപ്പം എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടാകും. ആകെ അർഫയിലെ ടെൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയം നമുക്ക് അതിനുള്ളിൽ നിൽക്കാനുള്ളൂ എങ്കിൽ പോലും രാവിലെ എത്തിയതായിരിക്കും അവർ, അതുകൊണ്ടാണ് കുറച്ചുകൂടി സമയം അതിനകത്ത് ഉണ്ടായല്ലോ. ഒരു 2 AC നല്ല ചൂടും. അപ്പം വിചാരിക്കും എന്താ ഇങ്ങനെ അല്ലേ. പിന്നെ ബാത്റൂമിൽ പോകുന്നുള്ള അന്നേരമുള്ള അസൗകര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകിച്ച് ഉണ്ടാവും. അവിടെയൊക്കെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ആളുകൾ കുളിച്ചിട്ട് അറഫയിൽ വന്നിട്ട് കുളിച്ചിട്ട് വൈറ്റ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ സമയം നമ്മളപ്പം നിൽക്കേണ്ടി വരുന്നു. അത്രയും ഒരു കുറഞ്ഞ സമയത്തിന് വേണ്ടി അവർ അത്രയില്ലേ സൗകര്യങ്ങൾ അവിടെ ഒരുക്കുകയുള്ളൂ. ബാത്റൂം മിനയിലെ പോലെ ഉണ്ടാവില്ലല്ലോ. പക്ഷെ അവിടെയൊക്കെ ഒരുപാട്. അപ്പം നമ്മളെ കൊണ്ടൊന്നും ഒരാൾക്ക് അന്നേരം അവിടെ പോയി കുളിച്ച് മാറ്റി അതൊന്നും നമ്മളൊരിക്കലും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പൊടി പിടിച്ചതിനാലെ പോകണം എന്നാണ്. ഡ്രസ്സൊന്നും മാറ്റിയില്ലെങ്കിലും അല്ലേ, നമ്മൾ ആ ഒരു മിനയിലേക്ക് തുടർന്ന് ആ ഒരു ഇതിനാൽ തന്നെയാണ് നമ്മൾ അറഫയിലേക്ക് പോകുന്നത്. അറഫയിലെ പൊടിയാലെ തന്നെ അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇഹ്റാമിൻ്റെ ആ ഒരു ഡ്രസ്സിൽ തന്നെ എന്തെന്നെ ആയാലും അങ്ങനെ ഈ പറഞ്ഞല്ലോ, നമ്മൾ ടെൻറ്റിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ സ്ഥലം ഇപ്പോൾ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇച്ചിരി തണുപ്പ് കിട്ടാൻ ഒരാൾ ഇങ്ങോട്ട് നീങ്ങിയിരുന്നാലൊക്കെ നമ്മൾ വിചാരിക്കും ഇതെന്താ അവരിങ്ങനെ അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊന്നും നമുക്ക് അന്നേരം വേണ്ട. കാരണം അവരവിടെ ഇരുന്നോട്ടെ, അവർ ഇച്ചിരി തണുപ്പ് കിട്ടിക്കോട്ടെ, അതായിക്കോട്ടെ. നമുക്കത് ആ ആശ്വാസം നമ്മുടെ ഉള്ളിൽ ആ ഒരു കുളിർമയായിട്ട് നമുക്ക് ആ ഒരു തണുപ്പായിട്ട് നമുക്ക് വന്നോളും. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളിച്ചം പിടിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവസാനം വരെ നമുക്ക് ഇളിച്ചം പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അതാണ് കാരണം വെറുതെ അല്ല റബ്ബ് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, തഖ്വയും കൊണ്ടും തന്നെയാണ് പോകാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാലേ നമ്മൾക്കൊരു മുഖം ചുളിക്കാതെ അല്ലെങ്കിൽ നമുക്കൊരു ഇളിച്ചം പിടിക്കാതെ അവിടെ ആ ഒരു ഹജ്ജ് കർമ്മം നമുക്ക് അള്ളാഹു എങ്ങനെയാണോ പറഞ്ഞത് ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് നിറയെ നമുക്ക് വേണ്ട ഒരു സംഗതിയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ അതിനനുസരിച്ച് ആ പ്രാക്ടീസിങ് നമുക്ക് അവിടെ അത്രയും കാര്യങ്ങളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായിട്ടും അത് നമ്മൾ വീട്ടിലുള്ളവരല്ലല്ലോ, അല്ലാത്തവരുടെ അടുത്ത് പോലും നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ കിട്ടിയ പാഠം എന്താണ്? ലൈഫിൽ എന്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരിക്കലും മുഖം കറുപ്പിക്കാനോ ഇളിച്ചം പിടിക്കാനോ നമുക്ക് പറ്റൂല. ആ പ്രാക്ടീസ് നമുക്ക് കിട്ടിയിരിക്കണം. പിന്നെയും നമ്മൾ ഇത് തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് പാഠമൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് പഠിച്ചു? ഒന്നും പഠിച്ചില്ല. നമുക്ക് പിന്നെയും ഇതേ അല്ലേ പണ്ടത്തെ തരത്തിലുള്ള ഒരിതൊക്കെ തന്നെയാണ്. നമ്മളെ തന്നെ വിലയിരുത്തി നോക്കുക. ഞാനും സുബ്ഹാനല്ലാഹ്. അതെ, എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക അനുഭവിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ക്ഷമ നമ്മൾ തഖ്വയിലൂടെ തന്നെ, തഖ്വയുള്ളവർക്ക് അവിടെയൊക്കെ ക്ഷമിക്കാൻ സാധിക്കുള്ളൂ. ചില ന്യായമായ കാര്യങ്ങൾ പോലും നമ്മൾ ചിലപ്പം വിഷമം തോന്നുന്ന സംഗതികൾ അവിടെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മളെന്താണ് തഖ്വയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതുമായിട്ട് തന്നെ പോവുകയും വേണം നമുക്ക് നമ്മുടെ ഹജ്ജ് കിട്ടുകയും വേണം. അത് തന്നെ ആയിരിക്കണം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം. സുബ്ഹാനല്ലാഹ്. പക്ഷെ ശരിക്കും നമ്മൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി നോക്കുമ്പോൾ നമുക്ക് അതിനേക്കാളേറെ കാര്യങ്ങൾ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മിനായിലെ ടെൻറ്റിൽ വെച്ച് രണ്ടാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ജംറയിൽ എറിഞ്ഞ് വന്നപ്പോഴാണ് വേറെ ഒരു ഗ്രൂപ്പിലുള്ളവർ ചൂടെടുത്തിട്ട് അപ്പുറത്തിരുന്നു. ഞാൻ പക്ഷേ എന്താ പറയുക, എനിക്ക് അവിടെ തന്നെ ഞാൻ എന്താ പറയുക തണുപ്പ് കെട്ടണമോ എന്ന് വിചാരിച്ച് അതിൻ്റെ അടിയിൽ പോയി ഒരു സൈഡിലേക്കായിരുന്നു അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ടീമായിരുന്നു ആ ഗ്രൂപ്പുകാർ. അപ്പം അവരവിടെ ഇരിക്കട്ടെ, അവരെന്തായാലും നമ്മളെ ടീമിലുള്ളവരോടൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെല്ലെ ബാക്കോട്ട് ചാടി. പക്ഷേ ബാക്കോട്ട് ചാടിയത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ അധികം കൂടാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അതായത് നമ്മൾ ആദ്യം ഖുറാൻ ക്ലാസ് ആദ്യം തുടങ്ങിയപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്ന് വന്ന ടീമുമായിട്ടാണല്ലോ നമ്മളിരുന്നത്. ദുബായിൽ നിന്ന് വന്ന അവർ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ വന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം അവരെ പരിചയപ്പെടാനുള്ളൊരു സമയം ഉണ്ടായില്ല. പിന്നെ നമ്മൾ നേരെ മിനയിലോട്ട് പുറപ്പെട്ടു. അപ്പോൾ ആ ബാക്കിൽ പോയപ്പം അവിടെ ഒരു ആള് വയ്യാത്തത് കാരണം അവർ റൂമിലേക്ക് മടങ്ങിയിരുന്നു. ആ ബെഡിലേക്കാണ് ഞാൻ മടങ്ങിയത്. അപ്പോൾ അവിടെ എനിക്ക് എന്തായി, ആ ദുബായിലുള്ള ഒരു 3-4 പേരുമായിട്ട് നല്ല കൂട്ടായി എന്ന് വെച്ചിട്ടാണ് സുബ്ഹാനല്ലാഹ് അവിടെ എനിക്ക് കൂടുതൽ സംസാരിക്കാനും കിട്ടി. കാരണം
അവർ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ നമ്മുടെ ക്ലാസ്സിലേക്ക് അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ലേറ്റായി വന്നതുകൊണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ മിനായിലെ ടെൻറ്റിൽ വെച്ചിട്ട് അവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയും. അപ്പം ഇങ്ങനെ ആയത്തുകളെ കുറിച്ച് ഖുർആൻ തുറന്ന് വെച്ച് തന്നെ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനൊക്കെ ചാൻസ് കിട്ടി. അതല്ല ഞാൻ ഇപ്പുറത്ത് എൻ്റെ സ്ഥലത്ത് അവർ വന്ന് എനിക്ക് ചൂടെടുക്കണം, അങ്ങനെ ഇത് എൻ്റെ പ്ലേസ് ആണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് ഈ ചാൻസ് കിട്ടുമായിരുന്നില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. അതാണ് നമുക്ക് എവിടെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സാരില്ല എന്ന് വെക്കുന്നോ അവിടെ നമുക്ക് പുതിയൊരു വാതിൽ തുറക്കാം അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. എന്തൊരു സന്തോഷമാണ് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഒന്നിൽ നിന്ന് അടുത്ത് നിന്ന്. പിന്നെ ആ ഒരു കൂട്ടുബന്ധത്തിലൂടെ എനിക്ക് അൽഹംദുലില്ലാഹ് ഇപ്പം ഈ ഒരു മാസം അത്യാവശ്യമായിട്ട് നമ്മുടെ ഒരു ഇത്താക്ക് പൈസ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ കളക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ തന്നെയും എനിക്കൊരു വലിയൊരു എമൗണ്ട് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടും. പല കാര്യങ്ങൾക്കായി പലപ്പോഴും പലരോടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതൊക്കെ പല വഴിക്ക് ചിലവാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തെങ്കിലും അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. ഇവരോട് ഞാൻ പോയി ചോദിച്ചു. ഇവർ ഇപ്പോൾ 3 പേരും അവർ എൻ്റെ കൂടെ അവിടെ ഞാൻ ബാക്കോട്ട് ചാടി അവരുടെ കൂടെ കിടന്ന ആ 3 പേര് എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നു. അത് അയിത്താക്ക് കൊടുത്ത് മീൻസ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അയിത്താൻ്റെ സന്തോഷം അവരുടെ മോളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ബന്ധങ്ങളിലൂടെ നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാം, എന്തെല്ലാം നമുക്ക് ചെയ്യാം അല്ലേ. അതുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതല്ലാതെ നമ്മൾ ഇന്നും മാറിയിരുന്ന് നമ്മുടെ സ്ഥലം, നമ്മുടെ പിന്നെ ഇബാദത്തുകൾ നമുക്ക് ചെയ്യാം, നമുക്ക് നല്ല എൻ്റെ എന്നുള്ള ഇതിലേക്ക് നമ്മൾ ഒരിക്കലും അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് നമ്മൾ പോകാൻ പാടില്ല. എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ. എന്നാലും നമുക്ക് ഒരുപാട് നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ റബ്ബ് നമുക്ക് ഇട്ട് തരും. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അതിന് നമ്മളൊരു മടിയും കാണിക്കണ്ട. ഒന്നും മിണ്ടാനും പറയാനും ഒരു മടി എവിടെയും കാണിക്കണ്ട. നമ്മൾ വിചാരിക്കും ഒരു പറയും, അവർക്ക് ഇഷ്ടപ്പെടും, അവർക്ക് ഇതാക്കും. നമ്മൾ വെറുതെ ഒന്ന് തോണ്ടി നോക്കിയാൽ കിട്ടിയില്ലേ അല്ലേ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം എത്രത്തോളം നമ്മൾ അവർക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ല അന്ന് അറഫയിൽ വെച്ചിട്ട് എന്നോട് മോനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞില്ല, അവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആളും ആ ബാക്കിലിരുന്ന ആളാണ്. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് വല്ലാതെ ആ ഒരു സമയത്താണ്, ആ ഒരു 3 ദിവസം കൊണ്ടാണ് ഞങ്ങൾ വല്ലാതെ കൂട്ടായത്. അതുപോലെ തന്നെ ആ ഖുർആൻ ക്ലാസ്സിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ഫസ്റ്റ് ഡേ എനിക്ക് അവരെയൊക്കെ നോക്കുമ്പോൾ ആകെ ബേജാറായിരുന്നു. ഞാൻ പറയുമ്പോൾ പഠിച്ചോനെ ഇവർക്ക് എന്നെ കൂടുതൽ പഠിക്കുന്നവരൊക്കെ ആകുമ്പോൾ ഞാൻ എങ്ങനെ ഇവരോട് പറഞ്ഞു തുടങ്ങാൻ, നാളെ നിങ്ങൾ പറയണേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലും പിന്നെ അവരുടെയൊക്കെ ഒരു സ്നേഹം, ആ ഉമ്മമാര് സുബ്ഹാനല്ലാഹ്. അതിനകത്ത് നമ്മളെ ഒരുപാട് പേര്, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒരാളെ മിസ്സായി പോയാലെന്ന് വിചാരിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ബുക്കും പെന്നും ആയിട്ട് വന്നിരുന്നിട്ട് എന്തൊരു ആവേശത്തിലാണ് നമ്മളെ ഇതുപോലെ റൈനത്ത, ഷബിത്ത, സീമത്ത, ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ, എല്ലാവരും ഭയങ്കര ഒരു ക്ലാസ് ഒരു ദിവസം എന്തോ ഒരു കാര്യം കൊണ്ട് നമ്മൾ ക്ലാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിലാണ്. ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ ക്ലാസ് വെച്ചു. എങ്ങനെ എന്തോ ഒരു മിസ്സായിപ്പോയി അവർക്ക്. അപ്പോൾ അവർ ഭയങ്കര സങ്കടം പറഞ്ഞു, അതോ നമുക്ക് മിസ്സായി പോയല്ലോ. അപ്പോൾ ഇരിക്കാനും ഇതുപോലെ ആ ഒരു ശരിക്കും പറഞ്ഞല്ലോ നമ്മൾ അഹ്ലുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ബന്ധം തന്നെയാണ്. അത് അവിടെ നിന്നും കൂടി ആകുമ്പോൾ അതിനേക്കാളേറെ അതിനൊരു മാധുര്യമായി എന്നുള്ളതാണ്. ആ സ്നേഹവും ബന്ധവും അവർക്കൊരു വല്ലാത്തൊരു അടുപ്പും നമുക്ക് പിന്നെ നമ്മൾ ഇച്ചിരി ഇന്ന് വർത്താനൊക്കെ പറയും, പിന്നെ എല്ലാവരും അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെയാണ് അവിടുന്ന് പിരിയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തായാലും അതിപ്പോൾ ഇങ്ങനെ നാളെ നസീമത്ത പറഞ്ഞു, നമ്മൾ ആ മെസ്സിൽ പോകുന്നതും അവിടെ ഇരിക്കുന്നതും വർത്താനം പറയുന്നതും ഒക്കെ ഇങ്ങനെ കണ്ണിലേക്ക് വരുന്ന പോലെ എന്ന് പറഞ്ഞു. വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അത് നമ്മളിങ്ങനെ ഖുർആനുമായിട്ട് നമ്മളിങ്ങനെ ആയാലും നമുക്ക് അല്ലേ, നമുക്ക് ചർച്ച ചെയ്യാനും അല്ലേ, അതിന് ഇഷ്ടമുള്ളവരും കൂടെ ഇരിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അതെവിടെയും നമുക്ക് അതിന് സാധിക്കട്ടെ. എവിടെ നമ്മൾ ചെന്ന് പെട്ടാലും നമുക്ക് അതിനുള്ള കൂട്ടുകാർ അല്ലേ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അല്ലേ കൂട്ടുകാർ, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന നമ്മൾ അമലുകൾ അല്ലേ, അള്ളാഹുവിൻ്റെ ഇഷ്ടം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതൊക്കെ നമുക്ക് തോന്നും അല്ലേ, അതുവാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലാഹുമ്മ അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർരിബു ഇലാ ഹുബ്ബിക. ഇങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ സ്നേഹം കിട്ടുമ്പം, ഇങ്ങനെ കൂട്ടായിട്ട് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമ്പോൾ അല്ലേ, നമ്മൾ ആ ദുആക്ക് ഉത്തരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആയത്തുകളിലൂടെ ദുആകളിലൂടെ നമ്മൾ ആ കാര്യങ്ങളെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ റബ്ബ് എനിക്ക് തരുന്നതല്ലേ ഇത്, ഞാൻ ഒരുപാട് ചോദിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടുന്നത്. അങ്ങനെ തന്നെ നമ്മൾ അതിനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. പിന്നെ അങ്ങനെ നമ്മൾ അറഫയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ അൽഹംദുലില്ലാഹ് മുസ്ദലിഫയിലേക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് അത് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് നടക്കാനുണ്ടായി. നമ്മളൊന്ന് കുറച്ച് നടന്നാണ് നമ്മളെ ബസ് കിട്ടിയത്. പക്ഷെ ബസ്സിൽ കയറിയാലും അറിയാലോ ഒരുപാട് ക്യൂ ആയിരിക്കും, ബസ്സിൻ്റെ ക്യൂ. അങ്ങനെ അവിടെ എത്തി ഒരു സ്ഥലത്ത് ഒരു അധികമൊന്നും ആൾക്കാർ എത്തി തുടങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾ അവിടെ നിന്ന് മഗ്രിബിൻ്റെ തൊട്ട് മുന്നേ, ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ
നമ്മൾ അവിടുന്ന് അറഫയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അറഫയിൽ ആ ഒരു ഫീലിംഗ് ഒക്കെ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാ എല്ലാം നല്ലതായിരുന്നു. അവിടുത്തെ ഒരു സമാധാനം നമുക്ക് കിട്ടി. നമ്മൾ അവിടുന്ന് പുറപ്പെട്ട പോലെയാണ് തോന്നിയത്. ആ ഒരു കാറ്റും കൂടി നമ്മളെ തഴുകി പോയ പോലെ തോന്നിയപ്പോഴേ സുബ്ഹാനല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം, നമ്മുടെ ഓരോ കർമ്മങ്ങളും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അങ്ങനെ മുസ്ദലിഫയിൽ വളരെ സ്ലോലിയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബാത്റൂമിൻ്റെ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് സ്ഥലം കിട്ടി. അങ്ങനെ ആണുങ്ങൾ അപ്പുറത്തെ സൈഡിലും പെണ്ണുങ്ങൾ ഇപ്പുറത്തെ സൈഡിലുമായിട്ട് നമ്മൾ അന്ന് ഫുഡൊന്നും ഇല്ല. ആരോ എനിക്കറിയില്ല സുബ്ഹാനല്ലാഹ്, അതാണ് ആരോ മുമ്പ് വന്ന ഏതോ ടീമോ അവിടെ വെച്ചിട്ട് പോയ കുറച്ച് എന്തോ ഫുഡിൻ്റെ ബാക്കിയുണ്ട്. അത് എന്താ ഒരു കഷ്ണം കുബൂസോ ഒരു മറ്റേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു പീസൊക്കെ ഇങ്ങനെ ചുറ്റി കയ്യിൽ ആരോ തന്നു. അത് കഴിച്ച ഓർമ്മയുണ്ട്. അപ്പം അതും നമ്മൾ കഴിച്ചു. നമ്മളാണെങ്കിൽ അങ്ങനെ നമ്മൾ ഇതൊന്നും വേറെ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മൾ അതങ്ങനെ കഴിക്കുകയൊന്നുമില്ലല്ലോ. പക്ഷേ നല്ലൊരു പാക്കറ്റിൽ ആരെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവർ വെച്ചതായിരിക്കണം ബാക്കി വന്ന ഫുഡെന്ന് എനിക്ക് തോന്നുന്നു. അൽബേക്കിൻ്റെ എന്തോ കവർ എന്തോ ആയിരുന്നു തോന്നുന്നുണ്ട്. അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നെ എന്തോ കയ്യിലിരുന്നെന്തോ ആപ്പിളോ അതൊക്കെ അങ്ങനെ കഴിച്ചു. പിന്നെ ആകാശം നോക്കി കിടക്കല്ലേ. മഗ്രിബ് ഇശാ നമ്മൾ ഒരുമിച്ച് നമസ്കരിച്ച് അങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടക്കാനൊരു സുഖമായിരുന്നു. പക്ഷെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിചാരിക്കും അല്ലാ ഈ മണ്ണിൽ ഈ കല്ലൊക്കെ മേൽ തട്ടുമല്ലോ തീർച്ചയായിട്ടും. നമ്മളാകെ എന്താ ആ മണ്ണിൽ വിരിക്കുന്നത്, നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന സാധാരണ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചാണ് കിടക്കുന്നത്. നമ്മൾ അവിടെ അറ്റ്ലീസ്റ്റ് മിനാർ ടെന്റിലൊക്കെ നമുക്ക് എന്തുണ്ടായിരുന്നു, ഒരു ബെഡെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്, ആ മണ്ണിലും കല്ലിലും അല്ലേ. നമ്മൾ വെറും നമ്മളൊരു ബെഡ്ഷീറ്റെങ്കിലും ഉണ്ടല്ലോ, ഇതൊന്നും ഇല്ലാതെയും അല്ലേ. സഹാബാക്കളൊക്കെ അവരുടെയൊക്കെ ജീവിതം മണ്ണുകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. അല്ലാഹു അക്ബർ. അപ്പം ആ ഒരു ഇതിൽ വിരിച്ചു. അപ്പം അന്നെൻ്റെ കൂടെ കിടന്ന് ജെബിനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ മേലോട്ട് നോക്കി ആകാശം. ഞാനിന്നൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ അപ്പുറത്തുനിന്ന് എൻ്റെ ഹസ്ന അവളും അതേപോലെ ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ടു. സുബ്ഹാനല്ലാഹ്. അവർ അപ്പുറത്ത് എവിടെയായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ. എന്തായാലും ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച അങ്ങനത്തെ സ്ഥലത്തൊന്നും കിടന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റൂല എന്ന് അല്ലേ. പക്ഷെ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. വല്ലാത്തൊരു ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പ്. ഉസ്താദ് പറഞ്ഞു സ്വപ്നമൊക്കെ കാണുന്നു, എന്തൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. എന്തായാലും അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ഗ്രൂപ്പിലുള്ള അവരെ ഖദീജത്താനെ കാണാൻ തോന്നുന്നുണ്ട്. അവർക്ക് കാണുന്നില്ല ആരെയും. ഞാനാണെങ്കിൽ നല്ല ചൂടല്ലേ. അപ്പം ഞാൻ അബായ ഞാൻ ഊരി വെച്ചിരുന്നു. ഞാൻ ഫുള്ളായിട്ടുള്ള എൻ്റെ ഒരു ഫ്രോക്ക് പോലത്തെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കളർ ഡ്രസ്സ് കണ്ടപ്പോൾ അത് ഞാനാന്ന് ചിലപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരുടെ ഹസ്ബൻഡ് രാത്രി അങ്ങോട്ട് വന്നത്. അവർ ഗ്രൂപ്പിൻ്റെ ആളും കൂടിയാണ്. അപ്പോൾ അവർ വന്ന് എന്നെ പെട്ടെന്ന് വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 2 മണിയാണ് അങ്ങനെ ആയിരിക്കണം. അവരെ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്തോ വിളിച്ചിട്ട് എന്തോ കൊടുക്കാൻ എന്തായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് അങ്ങനെ ആയതുകൊണ്ട് അവരെനിക്ക് അവരെ വൈഫിനെ ഒന്ന് തെരഞ്ഞു പിടിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ അന്നേരവും ആലോചിച്ചത്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെയല്ലേ, ആരും മനസ്സിലാവൂലോ. അതങ്ങനെയല്ലേ, ഡ്രസ്സിങ്ങും എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ആരും തിരിച്ചറിയുന്നത്, അവരെ വൈഫിനെ പോലും അവർക്ക് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ എണീറ്റു. ബാത്റൂം അടുത്തായതുകൊണ്ട് എല്ലാം പുതിയ ആ ഏരിയയിൽ വന്ന ബാത്റൂമുകളും സൗകര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നല്ല തന്നെയായിരുന്നു. പിന്നെ സുബി നമസ്കാരവും കഴിഞ്ഞ് ഉസ്താദ് നമുക്ക് ജസ്റ്റ് ചെറിയൊരു ക്ലാസ്സൊക്കെ തന്ന് അങ്ങനെ നമ്മൾ അവിടുന്ന് മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്നയുടെ ഒക്കെ ഗ്രൂപ്പ് കുറച്ചുകൂടി കുറച്ച് മുന്നിലായിരുന്നു തോന്നുന്നു. അവർ നേരത്തെ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അവർ ലുഹർ ബാങ്ക് വിളിക്കുമ്പോൾ അവർ സായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ലുഹർ ബാങ്കിൻ്റെ സമയത്താണ് തവാഫിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ ഒരു യാത്രയാണ് എന്താ പറയുക, ഒരിക്കലും മറക്കാനാവാത്ത യാത്ര എന്ന് പറയുന്നത്. നടത്തം തുടങ്ങി. നമ്മൾ അറിയില്ല, സാധാരണ മീനാ ടെന്റിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ജംറയിൽ പോകുന്നവരുണ്ട്, നേരെ പോകുന്നവരുണ്ട്. അപ്പം നമ്മളൊരു അങ്ങനെ കൂട്ടത്തിൽ എല്ലാവരും കൂടെ അങ്ങനെ തീരുമാനം എടുത്ത് ടെന്റിൽ പോയാൽ ചൂടാണ്, പിന്നെ ഒരു റെസ്റ്റ് എടുത്ത് അപ്പോൾ അതിലും നല്ല നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് പോയാലോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പോൾ അങ്ങനെ അങ്ങ് പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. എന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ആർക്കും നമുക്കൊന്നും ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും നമുക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഗുളികകൾ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവരുടെ പ്രയാസങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നത്. സുബ്ഹാനല്ലാഹ്. എന്തായാലും നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഇത് പറഞ്ഞ പോലെ VIP ഒരു മുസ്ദലിഫയിലായാലും അവർക്ക് എന്തുണ്ട്, ഈ വലിയ ഹോട്ടൽസിലൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതായത് അവർ മറ്റേ കാർപ്പറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി എന്താ പറയുക, അവർക്ക് ജ്യൂസും ഫുഡും ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങളും ഉണ്ട് അവിടെ. ഏരിയ അവരിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട്. അതേപോലെ ഞങ്ങളെപ്പുറത്തൊരു ബസ് വന്ന് നിർത്തി. ആ ബസ്സിലെ ആൾക്കാർ വന്നിട്ട് ഷീറ്റ് വിരിച്ചു കൊടുത്തു, അതായത് കാർപ്പറ്റ് വിരിച്ചു കൊടുത്തു. അതിൽ കുറച്ച് സമയം ഇരുന്നു. പിന്നെ ഞങ്ങൾ കണ്ണ് തുറന്നപ്പോൾ അവരെ കണ്ടിട്ടില്ല. മുസ്ദലിഫയിൽ രാപ്പാർക്കണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് അവരൊന്ന് വന്ന സുന്നത്തിന് വേണ്ടി അവിടെ ഇരുന്നിട്ട് അവർ പോയി എന്നുള്ളതാണ്. അപ്പം
അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ വലിയ എത്രയോ ലക്ഷങ്ങൾ ദിർഹംസ്, നാട്ടിലെ ലക്ഷങ്ങളല്ല, ലക്ഷങ്ങൾ ദിർഹംസ് പിന്നെ കൊടുത്തിട്ട് അവിടുന്ന് ദുബായിൽ നിന്ന് എങ്ങാനും ഇതൊരു ഗ്രൂപ്പിൽ പോയ ആൾ പറഞ്ഞ അത്ര മുസ്ദലിഫയിൽ നിന്നേ ഇല്ല, ഒന്ന് അവിടെ ഇറങ്ങി അവർ ഹോട്ടലിലോട്ട് റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് പോയെന്നാണ് എന്തോ പറഞ്ഞു. അപ്പം പറയുന്നുണ്ട് സുന്നത്തുകൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മൾ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് സൗകര്യക്കുറവുകൾ പലതും ഉണ്ടായിട്ടുണ്ടാകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ റസൂൽ എങ്ങനെയായിരിക്കില്ല ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ? തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നോ? അള്ളാഹു ആലം. അതൊന്നും വീട്ടിൽ പോലും ഇല്ലാത്ത ആളായിരുന്നു സുബ്ഹാനല്ലാഹ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കൊക്കെ അള്ളാഹു അങ്ങനെ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഒരുപാട് എളുപ്പങ്ങളും ഒരുപാട് സൗകര്യങ്ങളും ഉണ്ടല്ലോ സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് അവർ ഒഴിവാക്കുന്ന ജ്യൂസ് അവരിങ്ങനെ വെറുതെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു തണുത്ത ജ്യൂസ്. രാവിലെ ആണെങ്കിലും നമുക്ക് ചുമയോ അല്ലെങ്കിൽ അതൊന്നും നോക്കൂല, കാരണം ഈ രാവിലെ ആണെങ്കിലും നമുക്ക് ചൂട് ഇങ്ങനെ തുടങ്ങുമല്ലോ. അപ്പം പിന്നെ ആ ഒരു തണുത്തത് കുടിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു മധുരമുള്ളതൊന്നും അകത്ത് ചെന്നപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയ പോലെ. അപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ മുസ്ദലിഫയിലേക്ക് പുറപ്പെട്ടത്. അപ്പം ആദ്യം വന്നവരൊക്കെ ചിലപ്പം ഇനി താഴെ കൂടെ പോയോന്നറിയില്ല. ഏതായാലും നമ്മളെ വഴി തിരിച്ച് വിട്ടത് എങ്ങോട്ടായിരുന്നു? ടോപ്പ് ഫ്ലോറിലേക്കായിരുന്നു. ഇതിൽ ആരെങ്കിലുമൊക്കെ പോയവരുണ്ടെങ്കിൽ അറിയാം, ആ ടോപ്പ് ഫ്ലോറിൽ ആ ഒരു സമയത്ത് പിന്നെ ജംറയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു യാത്ര തന്നെ ആയിരുന്നു. കാരണം കുറച്ചൊന്ന് മുന്നോട്ട് പോയപ്പോഴത്തേക്കിന് വെയിലിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നിപ്പോവും ഇതന്നെയാണോ മഹ്ശറ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വല്ലാത്ത ഒരു ചൂടും വെയിലും. പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ ബാഗും ഉണ്ടല്ലോ. നോർമലി നമ്മൾ പോകുമ്പോൾ കല്ലും കുടിക്കാനുള്ള വെള്ളവും മാത്രമേ നമ്മളെ ബാഗിൽ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ പിന്നെ അറഫയിലേക്ക് എടുത്ത നമ്മളുടെ സംഗതികളും അതേപോലെ മുസ്ദലിഫയിൽ വിരിക്കാൻ വെച്ച ബെഡ്ഷീറ്റൊക്കെ കൂടി ഒരു ബാഗിൽ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ബാഗിൽ അതും ഉണ്ട്. അങ്ങനെ നമ്മൾ നടക്കുകയല്ലേ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കയ്യിലുള്ള വെള്ളമൊക്കെ എല്ലാവരും ഉള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടല്ലേ. ഇത് നടന്നിട്ടും എത്തുന്നില്ല. ഇനി ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും എന്ന് എനിക്കറിയില്ല. ജംറയിൽ പോയവർക്കൊക്കെ ഇത്ര ദൂരം നടക്കേണ്ടി വന്നു. നമ്മളെങ്ങനെ വഴിതിരിച്ച് വിട്ടിട്ടോ എന്താണോ എന്നറിയില്ല. നമ്മളിങ്ങനെ നടക്കന്നെ, പക്ഷെ എത്തുന്നേയില്ല. നമ്മള് ഫജ്ർ കഴിഞ്ഞ് നടക്കാനുണ്ടാവും. പക്ഷെ അന്ന് ഇവര് കയ്യിൽ എല്ലാവരുടെ കയ്യിലും മറ്റേ വാച്ച് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ എല്ലാം വാച്ച് ഉണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരൊറ്റ നടത്തം മുസ്ദലിഫേന്ന് നമ്മള് ഹറമിൽ വരെ എത്തും 33 കിലോമീറ്ററാണ് ആ ഒരു സമയം കൊണ്ട്. നമ്മൾ രാവിലെ തൊട്ട് ആ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കിന് നടന്നെന്നാണ് പറയുന്നത്. 1 കിലോമീറ്റർ നടക്കാൻ നമുക്ക് നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാ. സുബ്ഹാനല്ലാഹ്. ഞാൻ ആലോചിക്കുക അന്നേരം ഒന്ന് ഒരോട്ടോ പിടിച്ച് പോയാലോന്ന് ചിലപ്പം വിചാരിക്കലുണ്ട്. അള്ളാഹു അക്ബർ. അപ്പം അങ്ങനത്തതാണ് നമ്മൾ അങ്ങനെ നടന്നു പോകുന്നത്. അപ്പം അത്രയൊക്കെ നടക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് അത്യാവശ്യം നല്ല ആരോഗ്യം വേണം. ആരോഗ്യം ഇല്ലാത്തവരും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തക്കവ ഒന്നുകൊണ്ട് മാത്രമാണ്. റബ്ബ് അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അത്രയും തവക്കുൽ ചെയ്ത് ഇറങ്ങുന്നതാണ് വീട്ടിൽ നിന്ന് അവർ ഹജ്ജ് ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും റബ്ബ് എന്ത് ചെയ്യും? അവർക്കൊരു എളുപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, റബ്ബേ അല്ലേ ടോപ്പിലേക്ക് കയറിയിട്ട്. ടോപ്പിലേക്ക് നമുക്ക് ഇവര് അങ്ങനെ ഒരു തീരുമാനം, അതായത് അന്ന് തന്നെ പോവാന്ന് വിചാരിച്ചത് എന്താണ്, താഴെ കൂടി പോവാന്ന് വിചാരിച്ചിട്ടാണ് അവർ പുറപ്പെട്ടത്. അതായത് ഈ ഗ്രൂപ്പിലുള്ളവർ ഒരുപാട് പ്രാവശ്യം, ഉസ്താദാണെങ്കിലും ഒരുപാട് പ്രാവശ്യം ഹജ്ജിന് വന്നിട്ടുള്ള ആളല്ലേ. പക്ഷെ ഇതെങ്ങനെയോ നമ്മള് ഓരോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അവർ. അപ്പം അങ്ങനെ തിരിച്ചു വിട്ട് അങ്ങോട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ തന്നെ ഒരുപാട് പേര് ഞാൻ അറിയുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് പോയത്. ചിലർ ടെൻറ്റിൽ പോയി വൈകുന്നേരം പോയവരുണ്ട്. അപ്പോഴും ചൂടും ഈ പ്രശ്നങ്ങളും വെള്ളമില്ലായ്മയും ഒക്കെ അവരെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്, ലേറ്റായി പോയവരും. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തായാലും ആ ഒരു വഴിയിൽ കുറച്ച് മുന്നോട്ട് എത്തിയപ്പം ഈ ചൂട് സഹിക്കാൻ പറ്റാതായപ്പം ആളുകൾ ഇങ്ങനെ തളർന്നു തുടങ്ങി. നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ നിറച്ചു ആളുകളല്ലേ. ആ ഒരു നടത്തം അങ്ങനെ തന്നെ. അതായത് നമുക്ക് ഒഴുകാന്ന് പറയില്ല, നമ്മൾ നടക്കലല്ല അവിടെ, ഒഴുകലാണ്. കാരണം അത്രയും ആളുകളാണ്. നമുക്കൊരു എന്താ പറയുക, ഒന്ന് മാറി ഒന്ന് ഇപ്പുറത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു ഇച്ചിരി നേരം നമുക്കൊരു കൂട്ടം കൂടി ഒരു സൈഡിലേക്ക് നമുക്ക് മാത്രമായിട്ട് നിൽക്കാനോ ഒന്നും സൗകര്യമില്ല. ആളുകൾ ഇങ്ങനെ ഒന്നായിട്ട്. പക്ഷെ അതിനിടയ്ക്ക് ആളുകൾ വീഴുന്നവരുണ്ട്, സൈഡിൽ അങ്ങനെ തളർന്ന് കിടക്കുന്നവരുണ്ട്. പിന്നെ വെള്ളത്തിന് വേണ്ടി ഒരു കുറച്ച് ഭാഗങ്ങളിൽ വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ വെച്ചിട്ടുണ്ട് ആ ടോപ്പിൽ. പക്ഷെ അവിടെ ഒന്നും വെള്ളം സ്പ്രേ ചെയ്യുന്നതും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ താഴെ കൂടി നടന്നപ്പോഴൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്, വെള്ളമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം അത് ഞാൻ വിചാരിക്കും അത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബ് നമ്മളെ വഴി തിരിച്ചു വിട്ടു. ആ ഒരു ചൂടും ആ ഒരു കാഴ്ചകളും നമ്മൾ കാണണമെന്ന് റബ്ബ് എന്തായാലും തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് വിട്ടതെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്.
കാരണം നമ്മൾ കാണാണ് അത് മരിച്ചവരാണോ എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ചുണ്ടൊക്കെ ഉണങ്ങി ഇങ്ങനെ ഒരു ഓർമ്മയില്ലാതെ. പിന്നെ കുട്ടികളെ ആയിട്ട് വന്നവരും ഉണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, അവരവിടെ നിന്നിട്ട് അവർക്ക് വെള്ളം നാവ് ഉണങ്ങിയിട്ടുണ്ട്, പക്ഷെ അവർ അന്നേരം ആ കുഞ്ഞിനെ അവിടെ നിന്നിട്ട് കുഞ്ഞിനെ ഒന്ന് പുതപ്പിച്ചിട്ട് പാല് കൊടുക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു, അല്ലാഹ് ഈ ഒരു ചൂടിൽ ഈ കുഞ്ഞിനെ ആയിട്ട് എങ്ങനെയാണാവോ എന്ന് വിചാരിച്ചു പോയി. അതേപോലെ എനിക്ക് മറക്കാനാവാത്തൊരു കാഴ്ച എന്ന് വിചാരിക്കും. സുബ്ഹാനല്ലാഹ്, ഒരു ലേഡി, അവർ വീൽ ചെയറിലാണ്, അവർ ഉന്തിയത് ആരാന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതിന് മകനോ ഹസ്ബൻഡോ ഒന്നും എനിക്കറിയില്ല. ഇനി ആളെ വിളിച്ചതാണ്, അവർ അങ്ങനെ ഇട്ടിട്ട് പോവില്ലല്ലോ. എന്തായാലും നല്ലൊരു അറബിക് ലേഡിയാണ്. അവർക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം, പക്ഷേ നല്ലൊരു കാറ്റാണ്. നമ്മൾ തന്നെ ഇങ്ങനെ കയറാണ്. അപ്പോൾ ഈ വീൽ ചെയർ ഉന്തിക്കൊണ്ട് അയാൾക്ക് പറ്റാഞ്ഞിട്ടാണാവോ അവിടെ അയാൾ ഇട്ടിട്ട് അങ്ങ് പോയി. അപ്പം ഞാൻ അവരോട് ഞാൻ ഇവരെ നടുക്കെന്ന് പറഞ്ഞ പോലെയല്ലേ ഇവർ ഇട്ടിട്ട് പോയത്. അപ്പം ഒന്ന് അങ്ങോട്ടും നീക്കി വെക്കാൻ നോക്കിയിട്ട് കുറച്ചൊന്നും അങ്ങോട്ട് നീക്കി വെക്കാൻ പറ്റിയത് എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് കൈകൊണ്ട് ചോദിച്ചപ്പം അവരെന്നോട് 2 കൈ ഇങ്ങനെ കാണിച്ചു. സാരില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെ അവരോട് നമുക്ക് സംസാരിക്കാനും അറിയില്ലല്ലോ. ഇനി അവർ തന്നെ ഹസ്ബൻഡ് തന്നെ തിരിച്ചു വന്ന് കൊണ്ടുപോയിട്ടുണ്ടാവുമായിരിക്കും. സുബ്ഹാനല്ലാഹ്, അല്ല അങ്ങനെ അവരുടെ ആ ഒരു മുഖവും പ്രത്യേകിച്ച് ഒന്നും അവർ കരയോ അല്ലെങ്കിൽ ഒരു വിഷമം കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. അവരെന്നോട് ഇങ്ങനെ 2 കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു, അത്ര തന്നെ. പിന്നെ നമ്മളെ കൂട്ടുകാർ നടക്കുമ്പോൾ നമ്മൾ കൂടെ അങ്ങ് നടക്കല്ലാതെ വേറെ ഒന്നും. ചില സമയങ്ങളിൽ നമുക്ക് നിസ്സഹായരായിട്ട് നമുക്ക് നിൽക്കേണ്ട സമയം വരാറുണ്ട്. നമ്മുടെ കയ്യിൽ കുപ്പിയിലുള്ള വെള്ളം നമ്മളുള്ളത് ഷെയർ ചെയ്യുമ്പോഴും അപ്പുറത്തുള്ളവർ നമ്മളോട് ചോദിക്കുന്ന പോലെയാണ്. അതായത് വെള്ളത്തിന്, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കുക എന്ന് പറയില്ലേ, അത് നമ്മൾ തന്നെ അങ്ങനെ ആയിരുന്നു എന്ന് വേണം പറയാൻ. സുബ്ഹാനല്ലാഹ്, വെള്ളം നമ്മൾ എങ്ങനെയോ ഒരു 1-2 കുപ്പിയിൽ നിറയ്ക്കും. അത് നമ്മൾ അപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു വൈറ്റമിൻ സിയുടെ ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ മറ്റേ ഒരു എനർജീൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എല്ലാവരും ORS ഇതൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും കരുതേണ്ട സംഗതികളാണ് കേട്ടോ. അതിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആരും വീഴാതെ പിടിച്ചു നിന്നതെന്ന് തോന്നുന്നുണ്ട്. അത് ഒരക്കാണെങ്കിലും എല്ലാവരുടെയും വായിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം. നമ്മുടെ അവിടെ ഒന്നും ആ സ്പ്രേയിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ സ്പ്രേൻ്റെ ബോട്ടിൽ കുറച്ച് ആൾക്കാരെടുത്ത് ഉണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിനൊക്കെ മെയിൻ പണി അതായിരുന്നു. എല്ലാവരുടെയും, ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, ഗ്രൂപ്പിലുള്ളവർ നല്ല എല്ലാവരുടെയും ഒക്കെ മുഖത്ത് ഇങ്ങനെ അടിച്ചു കൊടുത്ത് ആ ഒരു ഫ്രഷപ്പ് ആക്കി കുറച്ചൊരു ഒച്ചയും വെള്ളമൊക്കെ ഇട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരില്ലോ ഉസ്താദും. അതേ സുബ്ഹാനല്ലാഹ്, ആ രീതിയിലാണ് നമ്മളങ്ങനെ മുന്നോട്ട് പോയത്. എന്തോ എനിക്കറിയില്ല എന്താ അവിടെ പറ്റിയെന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ അവർ ശ്രദ്ധിക്കുമായിരിക്കും വെള്ളം കൊടുക്കുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഒരിക്കലും അത് ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്യരുത്. കാരണം ആ വഴിയിലൂടെ പോയില്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെയൊക്കെ വഴിയിലൊക്കെ കിടക്കുന്നുണ്ടായി. നടന്ന് പിന്നെ നമ്മുടെ കൂടെയുള്ള പ്രായമായ ആൾക്കാരെ നമ്മൾ എങ്ങനെയാ അവിടെ എത്തിക്കുക എന്നുള്ളൊരിതുണ്ടാവില്ല. കാരണം അവർക്കൊക്കെ അങ്ങനെയും അവർ സഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആയിട്ടല്ല, എന്നിട്ടും അവർ നമ്മുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് അവർ നടക്കുന്നുണ്ട്. പക്ഷെ എത്തുന്നില്ല. ചിലർക്കൊക്കെ തലകറങ്ങി ഈ ഷുഗറിൻ്റെ ഒക്കെ ഗുളിക കഴിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ മടുത്തു തുടങ്ങി, പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലായി. പക്ഷെ മുന്നോട്ട് നീങ്ങല്ലാതെ ബാക്കോട്ട് നടക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് തിരിച്ചൊരു പിന്നെ സാരമില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും നടക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ആ നടത്തം തന്നെയല്ലേ നമ്മൾ നടക്കേണ്ടത്. ഏതായാലും അവിടെ എത്തിക്കഴിഞ്ഞപ്പം വേറൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കാറ്റും കയറി ക്ഷീണിച്ച് വന്ന ആളുകളൊക്കെ എന്താ ചെയ്യണേ, അവിടെ അപ്പാടെ അങ്ങ് കിടക്കുകയാണ്. കിടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ട്. കാരണം അവിടെ ഒരു തണലുണ്ടല്ലോ, ആ ഒരു വലിച്ചു കയറ്റിയതും പിന്നെ ആ ഒരു എനിക്ക് തോന്നുന്നു അവിടെ ഒരു ടൈപ്പ് ഓഫ് ഫാൻ ഉണ്ടല്ലോ. പക്ഷെ അവിടെയും അന്ന് ആ ഒരു വെള്ളത്തിൻ്റെ സ്പ്രേ ആ ഫാനിലും ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. സുബ്ഹാനല്ലാഹ്, എന്തായാലും അവിടെ ആളുകൾ അങ്ങ് ഇരിക്കണം. അതുകൊണ്ട് നമുക്കൊന്ന് ജംറയുടെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഏറ്റവും അറ്റത്തെ ആ ഒരു ഒന്നിൽ മാത്രമല്ല നമുക്ക് എറിയേണ്ടതായിട്ടുള്ളൂ. അത് ഈ ആളുകൾ കിടക്കുന്നതുകൊണ്ട് ഒന്നും അനങ്ങാൻ പറ്റാത്ത പോലെ അവിടെ. പിന്നെ പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർക്കൊന്നും അവർ കുറച്ച് പോലീസുകാരെ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തോ പിന്നെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെയൊക്കെ നാട്ടുകാരിൽ നിന്ന് ഒരുപാട് വളണ്ടിയേഴ്സൊക്കെ നിൽക്കാറുണ്ടായിരുന്നു തോന്നുന്നു ഈ വഴികളിലൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം എന്തുകൊണ്ടോ അവർ പെർമിഷൻ കൊടുത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആരും ആ വഴിക്ക് ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഒരുപാട് മിസ്സിങ് ഉണ്ടായിട്ടുള്ളത്, ഒരുപാട് മരണങ്ങൾ, ഒരുപാട് വയ്യായ്മകളൊക്കെ ഉണ്ടായിട്ടുള്ളത്, ഹോസ്പിറ്റൽ കേസുകളൊക്കെ അന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പിന്നെ എങ്ങനെയോ ആ ജംറയുടെ ഒരു കഥ, അത് ചിലപ്പം എനിക്ക് എന്നേക്കാൾ കൂടുതൽ വേറെ ആർക്കെങ്കിലും പറയാൻ സാധിക്കും. ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത്രയും പറയാനുള്ളൂ. നമ്മളെന്തായാലും കയറ്റം കയറി അവിടെ എത്തി.
നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി ആ ജംറയിൽ എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓരോരുത്തർ അവിടെ തന്നെ എന്താ പറയുക, ആ ലാസ്റ്റ് നമ്മളവിടെ ബാക്കിയുള്ളവരെ എണീപ്പിക്കുമെന്ന് ചോദിച്ച ആൾക്കാരാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മളെ ആൾക്കാരൊക്കെ തന്നെ എനിക്കും ഒരു ഇച്ചിരി സ്ഥലം കിട്ടി ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഹസ്ബൻഡ് അവിടെ ഒന്നും ഇരിക്കരുത്, കാരണം അവർ തന്നെയാണ് പോലീസുകാരുടെ ഇവരെ എണീപ്പിക്കാൻ പറഞ്ഞത്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇരിക്കാന്നായി, അതുകൊണ്ട് എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല. കാരണം എന്നെക്കാട്ടിലും ക്ഷീണിച്ച ആൾക്കാർ ഇപ്പുറത്തുണ്ട്, അവർക്കൊരു സ്ഥലം ഉണ്ട്, അവർ ഇരുന്നോട്ടെ. പിന്നെ അവിടുന്ന് ഇതേപോലെ അന്നേരം ആ സമയത്ത് എന്തോ ഒരു തുള്ളി വെള്ളമുള്ള ഉണ്ട്, എൻ്റെ ഓർമ്മയുണ്ട്. ഒരു ഡ്രോപ്പ് വെച്ച് ആരുടെയൊക്കെ വായിൽ, പ്രായമുള്ളവരുടെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ആരോഗ്യമുള്ളവരും അവിടെ എത്തിയപ്പോഴത്തേക്കിന് നമ്മളെ ഗ്രൂപ്പിൻ്റെ ആൾ പോലും അവിടെ ജസ്റ്റ് വല്ലാതെ അങ്ങ് വീണുപോയി എന്ന് പറയാം. അത്തരത്തിൽ എല്ലാവരും ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിച്ചിരി സമയം, എനിക്ക് തോന്നുന്നു കുറച്ചൊരു സമയം നമ്മൾ അവിടെ ഒന്ന് നിന്നു. പിന്നെ അപ്പം തന്നെ പോവാന്നാണ് പറഞ്ഞത്. കാരണം പറ്റുന്നവർക്ക് ഇപ്പം തന്നെ പോയിട്ട്, അപ്പം മൗലവി പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൂടെ കുറച്ച് പേര്, അങ്ങനെ നമ്മൾ തോന്നുന്നു നമ്മൾ മൊത്തം 40 പേരാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ പോയി. പക്ഷെ ആ സമയത്ത് ഇവിടെയുള്ള ഈ നമ്മുടെ കൂടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് അനങ്ങാൻ അവർക്ക് പറ്റുന്നില്ല. പക്ഷേ നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞതുപോലെ അള്ളാഹുൽ തവക്കൽ ചെയ്ത് ഇറങ്ങിയവരാണ് നമ്മളും അവരും ഒക്കെ. എന്നാൽ അവർക്കൊരു പ്രയാസമില്ല, അവരൊക്കെ ക്ഷീണിതരായിരുന്നു. നമുക്കും അതുപോലെ തന്നെ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്നും ഇത്രയും പ്രായമുള്ളവരുടെ അടുക്ക് നമുക്ക് അങ്ങനെ ക്ഷീണം കാണിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവിടെ കിടക്കാനോ പറ്റില്ലല്ലോ. അസ്തഗ്ഫിറുല്ലാ. അപ്പം അങ്ങനെ നമ്മളങ്ങ് ആ ഒരു നടത്തം ഹറമിലേക്ക് അങ്ങനെ വെച്ച് പിടിച്ചു. ഇവരവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവരൊക്കെ ഒന്ന് റിലാക്സ് ആയി, എങ്ങനെയൊക്കെയോ എല്ലാവരും അൽഹംദുലില്ലാ അവർ മീന ടെൻറ്റിലേക്ക് മെട്രോ കിട്ടി അവർക്ക്. അതാണ് പറഞ്ഞത്, റബ്ബ് ഒരു എല്ലാവരും ആരെയും മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടല്ലോ നമ്മളാരും ഇറങ്ങുന്നത് അല്ലേ. നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്യുന്നോ, നമ്മളാരെങ്കിലും നമ്മളെ കൈപിടിക്കുക, റബ്ബ് നമ്മളെ കൈപിടിക്കും എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ്. അപ്പോൾ അവിടെ അവർക്ക് അള്ളാഹു എങ്ങനെയൊക്കെയോ ആശ്വാസം എത്തിച്ചു കൊടുത്ത് അവർ ടെൻറ്റിലേക്ക് അവർ മെട്രോ കിട്ടുകയും ചെയ്തു. പിന്നീട് മെട്രോ നമുക്ക് കിട്ടിയില്ല, ഏറ്റവും ലാസ്റ്റിലെ ഡേ ആണ് പിന്നെ മെട്രോയിൽ നമ്മളെ കയറ്റിയിട്ടുള്ളൂ. എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അവിടെ, പ്രൈവറ്റ് ആൾക്കാരെ മെട്രോയിൽ കയറ്റാത്ത പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ എന്താണ്, അന്നതൊന്നും നോക്കിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും അവർക്ക് അങ്ങനെ എന്നാലും നടക്കാനുണ്ട്, മെട്രോയിൽ അവിടെ എത്തിയാലും പിന്നെയും നടക്കാനൊക്കെ ഉണ്ട് ടെൻറ്റിലേക്ക്. എന്നാൽ തന്നെ അൽഹംദുലില്ലാ അവരങ്ങനെ എത്തി. നമ്മൾ ആ നടത്തണം, ഈ പറഞ്ഞ പോലെ നടന്നിട്ടും എത്തുന്നില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നടന്നു. പക്ഷേ അതിനൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു, സുബ്ഹാനല്ലാഹ്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ തന്നെ ഈ പറഞ്ഞ പോലെ കുപ്പിയിൽ വെള്ളം കുറച്ച് എവിടെയോ ഒരു ഷോപ്പിൽ അവർക്ക് എന്തോ ഒരു ഇത് ഇടിച്ച് കയറി അങ്ങനെ പറയുമല്ലോ, അങ്ങനെ വെള്ളം കിട്ടിയത് അത് ആരൊക്കെയോ വന്ന് കൈന്ന് കിട്ടുക. അപ്പം ഏതൊക്കെയോ ആളുകൾ, പ്രായമുള്ളവർ, പിന്നെ വീൽ ചെയറിലുള്ളവരൊക്കെ നീട്ടുന്നുണ്ട്. അപ്പോൾ ആകെ കുറച്ച് ഉള്ളൂ, അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കുടിക്കാനുള്ള അത്രയേ ഉള്ളൂ, ഒരു 10 ബോട്ടിൽ. അപ്പോൾ ഇത്രയും ആൾക്കാരും ഇല്ലേ. പക്ഷെ എന്തായാലും സുബ്ഹാനല്ലാഹ് അന്നേരം എന്തോ എൻ്റെ അപ്പുറത്തിരുന്ന ഒരാൾക്ക് അത് കൊടുക്കാൻ എനിക്ക് സാധിച്ചപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് ആരെങ്കിലും ഇപ്പോഴൊന്ന് തരുമല്ലോ അൽഹംദുലില്ലാ, ഒന്ന് ഇറക്കാനുള്ളൊരു വെള്ളം കിട്ടിയാലും. അപ്പോൾ അവർ കുറച്ച് 2 പേരെങ്ങാനുണ്ട്, അപ്പോൾ അവർക്കത് കുടിക്കാമല്ലോ. കാരണം നമുക്ക് എന്ന് വേണ്ടി വിചാരിച്ച് നാളെ നമ്മൾ വെള്ളം അല്ലേ തൊണ്ട നനക്കാൻ പറ്റാതെ ആയിപ്പോയാലോ എന്നൊരു പേടി. അസ്തഗ്ഫിറുല്ലാ. കാരണം അത്രയേ ഉള്ളൂ, അത് അങ്ങനെ ചെയ്താൽ മതി. കാരണം ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ നിന്നാൽ നമുക്ക് ഉണ്ടാവില്ല എന്ന് അവർ നമുക്ക് അത്രയേ ഉള്ളൂ. വെള്ളത്തിൻ്റെ വേറെ എവിടെയെങ്കിലും കയറി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വെള്ളം പിടിക്കാനുള്ളൊരു സൗകര്യമൊന്നും വഴിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും, കാരണം ഇങ്ങനെ ഒരു സംഭവിച്ചത് കൊണ്ട് അവർ നല്ലോണം ശ്രദ്ധിക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അങ്ങനെ പോയി അൽഹംദുലില്ലാ, നടന്ന് അങ്ങനെ എത്തി. നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒന്ന് ഏതോ ആ വഴിക്ക് ഒരു ഷോപ്പിൽ നിന്ന് പഴം വാങ്ങിച്ച എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ അങ്ങ് അവിടെ എത്തി. എൻ്റെ കൂടെ നമ്മൾ ആ പറഞ്ഞ പ്രായം കുറഞ്ഞൊരു ഫാത്തിമ ഉണ്ടായിരുന്നില്ല, അത് അവളാണ് നമ്മളെ കൂട്ടത്തിൽ ചേർത്ത്. അവളും ഞാനും കൂടിയാണ്. പിന്നെ അവസാനം ഓരോരുത്തർ അങ്ങനെ 2 പേരൊക്കെ ആയിട്ടാണല്ലോ. ഹസ്ബൻഡും മൗലവി ഉണ്ട്, പിന്നെ ഈ ഫാത്തിമ അവളുടെ ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഹറമിലെത്തുന്നത്. അപ്പോൾ അവർ നേരെ ദുഹർ നമസ്കരിക്കാനായിട്ട് പോയി. പക്ഷേ കാലിന്ന് മുന്നോട്ട് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് ടീച്ചർക്ക് മെസ്സേജ് അയച്ചോ, എനിക്ക് ആസിന ടീച്ചർക്ക് മെസ്സേജ് അയച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ എനിക്ക് ആ ബാത്റൂമിൽ അവിടെ ഞാൻ അങ്ങനെ പോയിട്ടില്ല, പുതിയ ബ്ലോക്കിൻ്റെ ബാത്റൂമിൽ പോയപ്പം ഹറമിൻ്റെ ബാത്റൂമിൽ. കാരണം നമുക്ക് അടുത്ത് തന്നെ നമ്മൾ ഹോട്ടൽ റൂമിൽ നിന്ന് തന്നെ അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കങ്ങനെ എപ്പോഴും അവിടെ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരാറില്ല. പക്ഷെ നല്ലൊരു സൗകര്യങ്ങളുള്ള ഇതായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പലരും ഭക്ഷണം കഴിക്കുകയും പിന്നെ റെസ്റ്റ് എടുക്കുകയും ഇരിക്കുകയൊക്കെ നിസ്കരിക്കുകയും വരെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് വയ്യ, ഞാനൊരു ഇച്ചിരി ഇവിടെ കിടക്കട്ടെ, എനിക്ക് അനങ്ങാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ വിചാരിക്കുകയാണ്, ആ ഒരു നിലത്ത് ഞാൻ കുറച്ച് സമയം കിടന്നു.
പിന്നെ അവളൊന്ന് ഫ്രഷായി വന്നപ്പോൾ ഓക്കെ വന്നിട്ട് ഞാൻ ബാഗ് എടുത്ത് വെക്കാം. അപ്പോഴേക്കിന് ഇവരാണുങ്ങൾ ലോറ സ്കെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബാഗ് അവർ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. കാരണം പിന്നെ ഈ ബാഗും പിടിച്ച് നടക്കലും നമുക്കൊരു വലിയൊരു പണിയാണല്ലോ. അപ്പോൾ അവർക്ക് മുടി കളയണമല്ലോ. അപ്പോൾ അവർ പോയിട്ട് വരാം, എന്നിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ലോറ നമസ്കരിച്ച് തവാഫ് ചെയ്യാനായിട്ട്. അൽഹംദുലില്ലാ പിന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രഷായി ഉദുവൊക്കെ എടുത്ത് ലോറ ഞാൻ അവളും കൂടെ നമസ്കരിച്ച് പിന്നെ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തു. ആണുങ്ങൾ വന്ന് നമ്മൾ തവാഫും സാഴിയും ഒക്കെ അൽഹംദുലില്ലാ ചെയ്തു. അതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ പോണത്. സുബ്ഹാനല്ലാഹ്, എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മക്കയിൽ ചെന്നിട്ട് ഒരു നല്ല കോഫി കുടിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചതിൽ വെച്ച ഏറ്റവും നല്ല കോഫി ആയിരുന്നു അത്. ഭക്ഷണം കാരണം തലേന്ന് മുതൽ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ വിശപ്പൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്, വിശപ്പോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം നമുക്ക് തൊണ്ട ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നുണ്ടെന്നല്ല, നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷെ നമുക്ക് മൂത്രം ഒഴിക്കാനോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം വെള്ളം നമ്മൾ കുടിക്കുന്നത് മുഴുവൻ വറ്റിപ്പോകുന്ന പോലെ അത്രയും ചൂടല്ലേ. പക്ഷെ അൽഹംദുലില്ലാ ആ ഒരു ഭക്ഷണം, അതേപോലെ ഫുഡ് വാങ്ങിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ആ സൂക്കിലേക്ക് കയറുന്നത്. ഒരു പഴയ സൂക്കാണ്, ഹറമിൻ്റെ 3-ാം നമ്പർ അവിടെയുള്ളൊരു അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മലയാളികളുടെ ഷോപ്പാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ച് ഇതൊക്കെ നല്ലോണം ചെയ്യാൻ പറ്റുമോ. അൽഹംദുലില്ലാ. അപ്പം അതാ ഒരു ചോദ്യവും ആ ഒരു സന്തോഷവും ആ ഒരു ഭക്ഷണം കഴിച്ചതും അത് കുടിച്ചതും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയില്ലാത്തൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളങ്ങനെ കഴിക്കുന്ന ഒരു വായില ഒരു ടേസ്റ്റും. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയത് റൂമിൽ പോയി ആ കുളിയും, ആരോന്ന് പറഞ്ഞേ ജീവിതത്തിലെ ഏറ്റവും നല്ല കുളി എന്ന് പറയുന്നത് അതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തൊക്കെയോ നമ്മുടെ എന്താ പറയുക നമ്മളതിൽ നിന്ന് ഇങ്ങനെ ഒഴുകിപ്പോയ പോലെ നമുക്ക് തോന്നും. അത് പിന്നീട് ഒന്ന് ഫ്രഷായി. പക്ഷെ ഉറങ്ങാനൊന്നും തോന്നിയില്ല കേട്ടോ. റെസ്റ്റ് എടുക്കാനോ ഉറങ്ങാനോ അങ്ങനെയൊന്നും തോന്നിയില്ല. എന്തൊക്കെയോ ഒരുക്കി വെക്കലും പിന്നെ അപ്പുറത്തെ റൂമിൽ വന്നവർ ഓരോക്കെ അവസ്ഥ എന്താണെന്നൊന്ന് പോയി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് പിന്നെ റെഡി ആയിക്കോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് തന്നെ റൂമിൽ തന്നെ നമസ്കരിച്ചത്. ആർമിലൊക്കെട്ടൊന്നും പോയില്ല. അങ്ങനെ പിന്നെ നമ്മൾ നടക്കാന്നുള്ള തീരുമാനം തന്നെയാണ്. കാരണം മിനയിലേക്ക് എന്തില്ല, ബസ് സർവീസൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഇതാ പറഞ്ഞത് നമ്മളൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ബസ് അവിടെ നിൽക്കുന്നുണ്ട്. വേറെ ഏതോ ഹോട്ടലിലെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി വന്ന ബസ്സാണ്. അവർ റെഡി ആയിട്ടില്ല എന്ന്. അപ്പം ഈ ഡ്രൈവറോട് ഇവർ സംസാരിച്ചപ്പോൾ ഓക്കെ, അവർ നമ്മളെ വിട്ടിട്ട് വന്നാലും ഇവരെ എടുക്കാമല്ലോ, അവർക്കൊരു കാര്യമല്ലേ. അങ്ങനെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഒരു എന്താ പറയുക ഈ കാലെന്ന് വെച്ചാൽ കാലിൻ്റെ ഒരു പെയിൻ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്തോന്ന് പറയില്ല, വല്ലാത്തൊരു രസമുള്ളൊരു വേദന എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ്. എന്നാലും നമുക്ക് വിനയിലേക്ക് തിരിച്ചെത്തണമല്ലോ. സുബ്ഹാനല്ലാഹ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇറങ്ങി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ബസ് നമ്മുടെ മുന്നിൽ തന്നെ വന്നു നിന്നിട്ട്. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോലും പോകേണ്ടി വന്നിട്ടില്ല. ഹോട്ടലിന് മുന്നിൽ തന്നെ നമ്മൾ അൽഹംദുലില്ലാ ബസ്സിൽ കയറി. പക്ഷേ ഒരു വഴി വരെ എത്തിക്കൊള്ളും, പിന്നെ എൻ്റെ അങ്ങോട്ടൊന്നും ബസ് വിടൂല. അപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ ഇറക്കി തന്നു. പിന്നെ നമ്മളിങ്ങനെ നടന്നു അൽഹംദുലില്ലാ അങ്ങനെ നടന്നു പോയി. അപ്പോൾ നടന്നു പോകുമ്പോഴും ഈ ടെൻ്റൊന്നും കിട്ടാത്ത ആൾക്കാരും ആ ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല എങ്ങനെയാണ് അവരുടെയൊക്കെ സൗകര്യങ്ങളൊന്നും അവർക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായില്ലേ, എന്താ പറ്റിയെന്ന് അറിയില്ല. ഓരോ വഴികളിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നവരും കിടക്കുന്നവരും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്കൊന്നും ടെൻ്റ് ഇല്ലേ ആവോ. സുബ്ഹാനല്ലാഹ്, എന്തായാലും നമുക്കൊക്കെ ടെൻ്റ് ഉണ്ടല്ലോ, അങ്ങോട്ടല്ലേ ഈ പോകുന്നത്. അങ്ങനെ പുറപ്പെട്ടു പോകുന്ന വഴിക്ക് പഴവും വെള്ളവും ഒക്കെ തരുന്നുണ്ടായിരുന്നു. അതൊക്കെ കയ്യിൽ വാങ്ങി അങ്ങനെ അങ്ങോട്ട് പിന്നെ ടെൻറ്റിലെത്തി. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയവരുടെ വിശേഷം നമ്മളും ചോദിച്ചു, പോയി വന്ന നമ്മളുടെ വിശേഷം അവരോടും പറഞ്ഞു. അവരൊന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. അവർക്കും ഒരു വല്ലാത്ത വിഷമം, എന്താക്കും ഇനി മുന്നോട്ട് എന്ന് വിചാരിച്ചപ്പോഴും പിന്നെ അൽഹംദുലില്ലാ മെട്രോ ഒക്കെ കിട്ടി. അങ്ങനെ പറഞ്ഞു എത്തി. എല്ലാവരും ടയേർഡാണ്. അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. പിന്നെ പിറ്റേ ദിവസം പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്നുള്ള ഒരു പിന്നെ അതായത് നമുക്കൊരു സമയമുണ്ടല്ലോ, ആ സമയത്തിനനുസരിച്ച് ഇറങ്ങാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അങ്ങനെ പക്ഷെ അന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു പോയിട്ട് വഴിതെറ്റി അങ്ങനെ എന്തോ അങ്ങോട്ട് തിരിച്ച് സുബ്ഹാനല്ലാഹ് സെക്കൻഡ് ഡേ ജംറയിൽ പോയപ്പോൾ അല്ലേ, സെക്കൻഡ് ഡേ ജംറയിൽ പോയപ്പോഴായിരുന്നു തിരക്കെന്ന് വെച്ചാൽ എന്നോട് നമ്മളെ വേറെ ഇതിൽ പോയ ആൾ, നമ്മൾ മിഷ്കാത്തിലുള്ള ആൾ തന്നെ എനിക്ക് മെസ്സേജ് മരിച്ചു പോയി എന്ന് വിചാരിച്ചു എന്നാണ്. അത്രക്കും എനിക്ക് അറിഞ്ഞുകൂടെ ഒരു വല്ലാത്തൊരു സൗണ്ടും
നമ്മൾ താഴെയാണ് പോയത് കേട്ടോ. പക്ഷേ ആളുകളുടെ നമുക്ക് ആ ഒരു ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു വലിച്ചു കെട്ടിയ ഒരു ടെൻറ്റിൻ്റെ പോലെയാണല്ലോ അവിടെ. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സൗണ്ടിൻ്റെ ആണോ എന്താ അറിയില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറുമ്പം സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മളെ ടീം ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അവിടെ ഒന്നും നിൽക്കരുത്, നമ്മുടെ ഇതിൻ്റെ ഒരു വടി കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ പിന്നാലെ നടന്നോണം. അപ്പോൾ ആദ്യത്തിലൊന്നോ നടുക്കോ നിൽക്കാതെ അങ്ങനെ പോയി അതായത് ഓരോ ജംറയുടെയും ഏറ്റവും അറ്റത്ത് പോയി അവരവിടെ നിൽക്കും. അവിടേക്ക് അധികം ആളുണ്ടാവില്ല. ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരും എറിയാൻ തുടങ്ങി, അല്ലെ നടുക്ക് ഇവിടെ അപ്പുറത്തൊന്നും സ്ഥലം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ ജംറയിൽ പോകുന്ന സമയത്ത് നമ്മളിപ്പം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ജംറൻ്റെ നമ്മൾക്കൊരു ഓവൽ ഷേപ്പിലായിട്ടാണല്ലോ അത് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തിലോ അല്ലെങ്കിൽ ആ നടുക്കോ ഒന്നും അറിയാതെ നമ്മൾ മെല്ലെ ആ തിരക്കിനിടക്ക്, പ്രത്യേകിച്ച് ആ സെക്കൻഡ് ആ തിരക്കിൻ്റെ ഉള്ളിൽ നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടൽ തന്നെയാണ്. ഞാനും ഹസ്ബൻഡ് നമ്മളിങ്ങനെ കൈയിട്ട് ഇങ്ങനെ കൊളുത്തി പിടിക്കില്ലേ, അങ്ങനെ കൊളുത്തി പിടിച്ചു. കാരണം എൻ്റെ കയ്യിൽ വേറൊരു ഇത്തയുണ്ട്, നമ്മുടെ ഖദീജത്തുണ്ട്, ഇപ്പോഴത്തെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നമ്മൾ മറ്റേ ഷെരീഫ്ക്ക ഉണ്ട്. അപ്പം 4 ആൾ, കാരണം ആ ഒരു പിടുത്തത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കൈയാണ് പിടിച്ചതെങ്കിൽ കൈ വിട്ടുപോകും. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ കൈ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ തിരക്ക് അത്രയും എന്താ പറയുക, ഈ ആളുകൾക്കിടയിലൂടെയാണ് നമുക്ക് മൂവ് ചെയ്യാനുള്ള. ആളുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കണത് നമുക്ക് ഒരു പിടുത്തവും ഇല്ല എന്ന് അറിയില്ലേ, അങ്ങനെ ഒരു തിരക്ക്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഊഴ്ന്ന് രക്ഷപ്പെടും. അപ്പം നമ്മൾ ഗ്രൂപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയെങ്കിലും ആ കൊടിയും വെച്ചിട്ട് മറ്റേ ഗ്രൂപ്പിൻ്റെ സലാംക്കായുണ്ട്, അവരവിടെ പോയി അങ്ങനെ നിന്നു. അതായത് ഏറ്റവും പിന്നെ നമ്മൾ ഇങ്ങനെ പോയി ആ അറ്റത്ത് പോയി നിൽക്കുമ്പോൾ അവിടേക്ക് ആളുകൾ കുറവായിരിക്കും. കാരണം ഇവിടെ സ്ഥലമില്ല, ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്ന ആളുകൾ ആകെ തിരക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ആ തിരക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ. അപ്പോൾ ആ അറ്റത്ത് എത്തുമ്പോൾ നമുക്ക് നല്ലപോലെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ കല്ലെറിയാനും പറ്റും. പിന്നെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യാനും പറ്റും. 2 ജംറൻ്റെ അവിടെയും കല്ലെറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം. ചിലർക്കൊന്നും അത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റത്തെ ദിവസം നമ്മൾ ഒറ്റ ജംറയിലേ കല്ലെറിയുള്ളൂ. അതേപോലെ പിന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ കല്ലെറിയുമ്പം 2 ജംറകളിൽ കല്ലെറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ട് ദുആ ചെയ്യണം, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് സമയം അവിടെ നിങ്ങൾ സമയം എടുത്ത് നിങ്ങൾ ദുആ ചെയ്തോളൂ തന്നെ അവിടുന്ന് ഉസ്താദും പറയും. നമ്മൾ കുറച്ച് സമയം എന്താ പറയുക, അവിടുന്ന് ആരും നമ്മളെ അങ്ങനെ ആക്കാനൊന്നും നിന്നിട്ടില്ല. പോലീസുകാരും വന്ന് പിന്നെ ലാസ്റ്റ് ഡേ ഒക്കെയാണ് വേഗം പോകാനൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ദുആ ചെയ്ത് ഇതേപോലെ തന്നെ പിന്നെയും ബഹളത്തിനുള്ളിൽ കൂടെ വലിച്ചു പോവാണ്. നമുക്ക് പിന്നെ അവിടെ എത്തുമ്പോൾ ഒരു ആശ്വാസമാണ്, ശ്വാസം വിട്ട പോലെ നമ്മൾ ഒരു വല്ലാത്തൊരു കടമ്പ കഴിഞ്ഞ പോലെയാണ് അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലോ മിഡിലോ എന്നല്ല, നമ്മൾ അങ്ങ് പോയിട്ട് ഏറ്റവും അറ്റത്ത് പോയിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുക, നമ്മളവിടെ നിന്ന് എറിയുക. അപ്പം നമുക്ക് ദുആ ചെയ്യാനും നമുക്കവിടെ പ്ലേസ് ഉണ്ടാകും. കാരണം അവിടേക്ക് ആളുകൾ വരുന്നില്ലല്ലോ. പിന്നെയും അടുത്ത ജംറയുടെ ആ സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെയും ആ തിരക്കം വരിക. അപ്പോൾ പിന്നെയും അതുപോലെ തന്നെ അങ്ങനെ പോയി നിൽക്കുക, എന്താക്കുക. എന്നിട്ട് ആ ഒരു ഇതിലാണ് നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരു ഇക്കാൻ്റെ കാലാരോ ചവിട്ടി. അപ്പോൾ അതുകൊണ്ട് അവരെന്തോ കുറച്ച് ബാക്കോട്ടായിപ്പോയി. പിന്നെ അവർ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി, നല്ലോണം ലേറ്റായി. അവരാകെ ഒന്ന് പ്രയാസപ്പെട്ടു. കാരണം അവരെ കോൺടാക്ട് ചെയ്യാൻ ഇതും ഉണ്ടായില്ല. അവരുടെ ഫോണ് അതിൻ്റെ 2 ദിവസം മുന്നേ എങ്ങാണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായി. അപ്പം അങ്ങനെ. പക്ഷെ അൽഹംദുലില്ലാ അവരെങ്ങനെയോ എനിക്ക് തോന്നുന്നു രാത്രി 2 മണിയൊക്കെ ആയും തോന്നുന്നു ടെൻറ്റിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നേരം. പിന്നെ അതുപോലെ വീൽ ചെയറുമായിട്ട് ആ ഒരു ദിവസങ്ങളിലൊക്കെ വീൽ ചെയറുമായിട്ട് വരുന്ന ആളുകൾ. അപ്പം പറയുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റത്തെ ദിവസം നമുക്ക് ജംറയിൽ എറിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീൽ ചെയറിലൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹജ്ജ് ചെയ്തിരിക്കണം, അത് വേറൊരു കാര്യം. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഹറമിൽ നമുക്കിപ്പോൾ തവാഫോ സായിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, വീൽ ചെയറിനായിട്ടുള്ള ഏരിയകളുണ്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷേ മറ്റേ ജംറയിലൊന്നും അതില്ല. ജംറയിൽ പക്ഷേ റബ്ബ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ, അല്ലേ, ഫസ്റ്റത്തെ എറിയുക. പിന്നെ അതൊക്കെ നമുക്കെല്ലാം എങ്ങനെ ചെയ്യണം എങ്ങനെ ആക്കണം എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ റസൂൽ സുബ്ഹാനല്ലാഹ്. അപ്പം ആ സെക്കൻഡ് മുതൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ കൂടെയുള്ള ആളെ ആ വീൽ ചെയർ ഉന്തുന്ന ആളെ ഏൽപ്പിച്ചാൽ മതി. അവർക്ക് തന്നെ എന്തൊരു പ്രയാസം, എത്ര നടക്കണം ഇതും കൂടെ ഉന്തിക്കൊണ്ട്. അപ്പം അവരെ ഏൽപ്പിച്ചാൽ പോരേന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എന്താ, അവരാ ഉന്തുന്നതോ അവരുടെ പ്രയാസങ്ങളോ മാത്രമല്ല, ഇത് വെച്ച് കാലിന് ഇടിച്ചിട്ടേ, പ്രത്യേകിച്ച് ഈ തവാഫ് ചെയ്യാത്തവർ അവരെപ്പോഴും ഇഹ്റാമിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ ഒഴിവാകാത്തവർ പിന്നെ ഫസ്റ്റത്തെ ദിവസവും ഒക്കെ തന്നെ ഇഹ്റാമിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ ഷൂസൊന്നും അല്ല ഇട്ടിട്ടുണ്ടാവുക. നമ്മളൊക്കെ പിന്നെയും കവേർഡ് ആയിട്ടുള്ള സോക്സൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മളുണ്ടാവും. പക്ഷെ ആണുങ്ങളുടെ കാലിന് ഇത് വെച്ച് കുത്തിയിട്ട് വീൽ ചെയർ വെച്ച് ഇങ്ങനെയും തിരക്കല്ലേ. ഓക്കെ, റോഡിൽ നമ്മൾ നടക്കുന്ന ഭാഗത്തെ തിരക്ക് മാത്രമല്ല, ഈ ജംറയുടെ അവിടുത്തെ തിരക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ശ്വാസം
വിടാൻ ഒരു സമയം കിട്ടാത്ത വണ്ണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഊരിപ്പോരുന്ന ആ ഒരു ഇതിനിടക്കാണ് വീൽ ചെയറുകൾ. ഒരാളുടെ കയ്യിൽ 2 വീൽ ചെയർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എറിയാൻ വേണ്ടി അവർ അതിനകത്ത് എണീറ്റപ്പോൾ ഇവർ ഉന്തുന്നതായിരിക്കണം ഒരുമിച്ച് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ സമയത്തൊക്കെ കാല് വെച്ച് കുത്തിയിട്ട് എല്ലാവരുടെയും ക്ഷമ നഷ്ടപ്പെടുന്നത്. പലപ്പോഴും എനിക്കും കിട്ടിയിട്ടുണ്ട് 2 പ്രാവശ്യം കുത്ത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അപ്പോഴും വിചാരിക്കുന്ന ഒരു മുഖച്ച് വിളിക്കുന്നത് പോലെ എൻ്റെ ഭാഗത്തുണ്ടല്ലോ. അപ്പം ഞാൻ അവരെ നോക്കി നിസ്സഹായമായ ഒരു അവസ്ഥയിൽ നിന്ന്, കാരണം ഒരു കുത്ത് കിട്ടി ഞാൻ അവിടെ നിന്നുപോയി. അപ്പം അവരെന്നാൽ സ്റ്റോപ്പ് ചെയ്തില്ല. അവർ വിചാരിച്ച് ഞാൻ നടക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവർ പിന്നെ എടുത്തത്. പക്ഷെ അതിനോടുള്ളൊരു നല്ല വേദനയാണ് കാലിന്. അപ്പം ഞാൻ വിചാരിക്കാം, ഞാനാണെങ്കിൽ സോക്സ് ഉണ്ട്, എനിക്ക് പാൻറ് ഉണ്ട് അല്ലേ, നമ്മളതൊക്കെ അടിയിലിടുന്നുണ്ട്. പക്ഷെ ആണുങ്ങളുടെ കാലിന് ഇത് കുത്തി പൊട്ടിയിട്ട് ചോര ഒലിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് വീൽ ചെയറിൽ നമ്മൾ ജംറയിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മളെ കൊണ്ട് പറഞ്ഞല്ലോ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. ഇതുപോലെ നമ്മളാണ് ഇരിക്കുന്നത്, നമ്മളൊരാൾക്ക് നമ്മളോട് എത്ര ഒരു വിഷമം അവർക്ക് തോന്നിയിട്ട് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇതൊന്നും നമ്മൾ ഇല്ലാണ്ടിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതൊരു ഈ കാര്യം നമ്മൾക്ക് പ്രായമുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, ശ്രദ്ധിക്കുക എന്നുള്ളത്. നമുക്ക് ഏൽപ്പിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ അവിടെ, അപ്പോൾ പിന്നെ അത് വിഷയമാക്കേണ്ടതില്ല. നമ്മൾ കുറേ ഉമ്മമാരൊക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അവർ നമ്മളെ സന്തോഷപൂർവ്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായി. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. സുബ്ഹാനല്ലാഹ്. പിന്നെ ആ ഒരു തിരക്ക്, അതെനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അന്നത്തെ ആ സെക്കൻഡ് ഡേയിലെ ആ ഒരു തിരക്ക്. ആദ്യത്തേതിൻ്റെ ജംറ ഞാൻ പറഞ്ഞല്ലോ, ആ ചൂടും ഇതുമാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. തിരക്കെന്ന് പറയാൻ ആ ഒരു ഇടുങ്ങിയ തിരക്ക് നമ്മൾ മുകളിലായതുകൊണ്ടായിരിക്കണം ആ ഒരു ഈ തിരക്കിൻ്റെ ഒരു പ്രഷർ കിട്ടാൻ ഞാൻ തോന്നുന്നുണ്ട്. താഴെ അന്നത്തെ ദിവസം വല്ലാത്തൊരു തിരക്ക് തന്നെയായിരുന്നു. പിന്നെ അന്ന് തന്നെയാണ് തോന്നുന്നു നമ്മൾ തിരിച്ചു വരുമ്പം കുറച്ച് വഴി തെറ്റി നടന്ന് തിരിച്ചു വരുമ്പം കുറേ കഴിഞ്ഞിട്ടാണ് എത്തിയത്. പക്ഷെ 3-ാമത്തെ ദിവസം അതിലും എളുപ്പമായി. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ ദിവസവും റബ്ബ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളും നമ്മുടെ തവക്കുലും ഒക്കെ അള്ള നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അള്ള എന്താണ് എളുപ്പമാക്കി തരുന്ന പോലെയാണ് തോന്നിയത്. അടുത്ത ദിവസം അതിനേക്കാളൊരു എളുപ്പം, അതിൻ്റെ അടുത്ത ദിവസം അതിനേക്കാളും എളുപ്പമായിരുന്നു കേട്ടോ. സുബ്ഹാനല്ലാഹ്. 4-ാമത്തെ ദിവസം. അപ്പോൾ 3rd ഡേ സുബ്ഹാനല്ലാഹ് പിന്നെ നമ്മൾ പിന്നെ നടന്ന് അതേപോലെ നല്ല രീതിയിലൊക്കെ എല്ലാവരും കുറച്ചുകൂടിയൊക്കെ ഒരു ഉഷാറായിരുന്നു. നമ്മൾ പോയപ്പം വൈകുന്നേരമാണ് അന്ന് പോയത്. വളരെ ഉഷാറായിട്ട് തന്നെ നമ്മൾ പോയി. പിന്നെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ വെള്ളവും സ്പ്രേ ചെയ്യലും വഴിയിലൊക്കെ വെള്ളം കൊടുക്കലും സ്വീറ്റ്സ് ഒക്കെ ചില ടെൻറ്റുകളിലൊക്കെ ആളുകൾ ആദ്യം 3-ാമത്തേത് കഴിഞ്ഞിട്ട് പോകുന്നവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒക്കെ ടെൻറ്റുകളിൽ ബാക്കി വരുന്ന നല്ല സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കഴിച്ച് നല്ല ഇതായിട്ട് തന്നെ അൽഹംദുലില്ലാ അന്ന് പോയി. തിരിച്ചു വരുന്ന വഴി മസ്ജിദുൽ ഹൈഫിൽ നമ്മൾ അൽഹംദുലില്ലാ നല്ല റാത്തായിട്ട് അവിടെ പോയി നമസ്കരിച്ച്. സൂറത്തുൽ ഫജർ ആയിരുന്നു അന്ന് ഓതിയതും. പിന്നീട് ഉസ്താദ് അതിനെക്കുറിച്ച് പിറ്റേ ദിവസം പറഞ്ഞു, കൂടെ നിന്ന ആൾ അതിനെക്കുറിച്ച് സൂറത്തുൽ ഫജറിൻ്റെ നമുക്കറിയാമല്ലോ, അതിൻ്റെ ആയത്തുകളൊക്കെ കേട്ട് അതിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെ കേട്ട് ആർക്കും ഒരു പൊടി കണ്ണിൽ വെള്ളം വരാത്തത്. കാരണം ആ റബ്ബിനുള്ള ആ ഒരു എന്താ പറയുക, റബ്ബ് ഇഷ്ടത്തോടു കൂടി ആ വിളിക്കുന്നതൊക്കെയാണല്ലോ. കാരണം ഹജ്ജാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ, അതായത് ഈ വിഷമങ്ങളൊക്കെ സഹിച്ച് നമ്മൾ ഹജ്ജൊക്കെ ഇങ്ങനെ ചെയ്ത് അപ്പോൾ നമുക്കൊരു എന്തോ ഒരു ആശ്വാസം കിട്ടുന്നത് പോലെയല്ലേ നമ്മൾ അള്ളാഹു തൃപ്തിപ്പെട്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളങ്ങനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അല്ലേ വിളിക്കുന്ന സുബ്ഹാനല്ലാഹ്. വദഖുലി ഫീ ഇബാദി വദഖുലി ജന്നത്തി എന്നൊക്കെ നമ്മൾ പ്രിയപ്പെട്ട അടിമയെ അങ്ങോട്ട് കയറി അവരുടെ കൂട്ടത്തിൽ കയറിക്കോളൂ എന്നൊക്കെ പറയുന്ന പോലെ ഇതിപ്പോൾ റബ്ബ് നമ്മളോട് പറയുന്ന പോലെയല്ലേ ശരിക്കും നമുക്ക് തോന്നുക. ഈ നടത്തവും ഈ ക്ഷീണവും ഒക്കെ കഴിഞ്ഞ് ശരിക്കും നമ്മൾ സൂറത്തിലേക്ക് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയല്ലേ തോന്നുക. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ അവിടുന്ന് നമ്മൾ ഇശാണ് അവിടുന്ന് നമസ്കരിച്ചത്. പിന്നെ അവിടുന്ന് അങ്ങനെ നമ്മൾ നടന്ന് നല്ലപോലെ തന്നെ അൽഹംദുലില്ലാ അന്ന് അവിടെ തിരിച്ച് ടെൻറ്റിലെത്തി. പിറ്റേന്ന് ഇതേപോലെ നേരത്തെ ഇറങ്ങുമല്ലോ, കാരണം അവിടെ ഒരു സമയമുണ്ടല്ലോ ഓപ്പൺ ആകുന്ന, അതായത് ഒരു നമ്മൾ ആ ഒരു ളുഹറിൻ്റെ ബാങ്ക് ആ ഒരു സമയത്തല്ലേ നമുക്ക് അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു വെയിലത്ത് തന്നെയാണ് നടന്നതെങ്കിൽ നമുക്ക് താഴെക്കൂടെ തന്നെയാണ്, താഴെയിൽ തന്നെയാണെന്ന് ഇല്ല. സുബ്ഹാനല്ലാഹ്. അതാ പറഞ്ഞത് എളുപ്പം. ട്രെയിന്, മെട്രോ തലേ ദിവസം നമ്മൾ പോയി നോക്കിയെങ്കിൽ നമ്മൾ മെട്രോയിൽ കയറ്റിയില്ല. കാരണം നമ്മുടെ ഈ കയ്യിൽ കെട്ടുന്ന ഒരു ഇതുണ്ട്, ഒരു വാച്ച് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ കളറിന് എന്തൊക്കെയോ പ്രശ്നം, ചില ആ കളറുള്ളവരെ കയറ്റിയില്ല അത്രേ. ഏതായാലും നമ്മളെ കയറ്റിയില്ല. 2 വഴിക്കൊക്കെ ആൾക്കാർ പോയി നോക്കി, ചെറിയ ഗ്രൂപ്പായിട്ട് വലിയ ഗ്രൂപ്പായിട്ട് അവർ കയറ്റിയില്ല. പക്ഷേ 4-ാമത്തെ ദിവസം വെറുതെ പോയി നോക്കിയതാ, കയറ്റിയാൽ കയറട്ടെ ഇല്ലെങ്കിൽ നടക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ അന്ന് നല്ലപോലെ ഈസി ആയിട്ട് മെട്രോയിൽ കയറിയാലും കുറച്ച് നടക്കാനുണ്ട്, ടെൻറ്റിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. പക്ഷേ കുറച്ചുകൂടി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നടക്കാനുണ്ട്. എന്നാൽ തന്നെയും സുബ്ഹാനല്ലാഹ് ഭയങ്കര എളുപ്പം എന്ന് പറയില്ലേ, അത് എന്താ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, 1st ഡേ 2nd ഡേ 3rd ഡേ 4th ഡേ ആകുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഗ്രാഫ് നമ്മളില്ലേ ഇങ്ങനെ മേലെ കുത്തനേ പോകുന്ന പോലെ നമ്മളുടെ എളുപ്പം ഇങ്ങനെ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഓരോ ദിവസവും ഇത് റബ്ബ് നമ്മളുടെ മനസ്സും
നമ്മുടെ വാക്കും അല്ലേ, നമ്മുടെ ഓരോ സ്റ്റെപ്പും നോക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് റബ്ബ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കി തരുന്നതും ഇട്ട് തരുന്നതും ഒക്കെ. എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെ അത് നമ്മൾ അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. പിന്നെ പെട്ടെന്ന് പോകാനുള്ള ഒരുക്കങ്ങളായില്ലേ, പിന്നെ വീണ്ടും ഹറമിലോട്ട് പോയി. പക്ഷേ ഈ അതുപോലെ തന്നെ എന്താണെന്നറിയില്ല, ബ്ലോക്ക് ആയിട്ടാണെന്നല്ല, ബസ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുക, എത്രയായിട്ട് എത്തുന്നില്ല. അത്രയൊന്നും ദൂരം ഇല്ലെങ്കിൽ പോലും ബസ് നമ്മളെ ഹോട്ടലിൽ അങ്ങോട്ട് എത്തുന്നില്ല. ആ ക്ഷീണം കൊണ്ടായിരിക്കണം നല്ല ഡീപ്പായിട്ട് ബസ്സിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇതെന്താ എത്താത്തതെന്ന് വിചാരിച്ചു. അവസാനം എനിക്ക് തോന്നുന്നു നമ്മൾ ഉച്ചയ്ക്ക് പുറപ്പെട്ട നമ്മൾ 5:30-6 മണി ആവാനായിട്ടുണ്ട്. അതും വഴിക്ക് വെച്ച് നിർത്തി ബാഗൊക്കെ അവിടെ തന്നെ. കാരണം അവിടെ ബസ് നിർത്താനും പോലീസുകാർ സമ്മതിക്കുന്നില്ല. ബാഗൊക്കെ എടുത്ത് വലിച്ച്, ബാഗും സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങളില്ല, എല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് ബസ് അങ്ങ് പോയി. പിന്നെ വഴിയിൽ നിന്ന് ബാഗും ഇതൊക്കെ എടുത്തിട്ട് കുറച്ചില്ല, ഒരു 10 മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അവിടുന്ന്. പക്ഷേ ബ്രിഡ്ജിൻ്റെ അവിടെ അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ഹോട്ടലിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ബസ് കുറേ റൗണ്ട് അടിച്ചെന്ന് തോന്നുന്നുണ്ട്. ഉറക്കത്തിൽ നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പിന്നെ അവിടെ എത്തി. പിന്നെ അന്ന് അറബിൽ പോയില്ല, പിറ്റേന്ന് ഫജർ മുതൽ പിന്നെയും സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് അന്ന് റഹ്മാനിലെ ആയത്തൊക്കെ അപ്പം കേട്ടപ്പോൾ ഉള്ളൊരു സന്തോഷമൊക്കെ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്. പിന്നെ മദീനയിലേക്ക് പോയി. അൽഹംദുലില്ലാ അവിടെ വെച്ചും കുറച്ചുകൂടി നമുക്ക് അടുത്തായിരുന്നു മദീനയിലെ നമ്മളെ ഹോട്ടൽ. അപ്പം അതുപോലെ അങ്ങനെ പോലും വരലും. പിന്നെ അവിടുന്ന് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെയുള്ള നമ്മളെ റൂമിലെ ആളുകളും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ മിനാ ടെൻറ്റിൽ നിന്ന് എല്ലാവരും കൂടുതൽ അടുത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ ഇറങ്ങുമ്പോഴത്തേക്കിന് പുതിയ ആളുകളും അപ്പോൾ ഒരു കൂട്ടം പിടിച്ച് എല്ലാവരും സന്തോഷത്തിൽ അങ്ങനെ പോവും വരും അങ്ങനെയൊക്കെ. അൽഹംദുലില്ലാ. എന്തായാലും മദീനത്ത് നിന്ന് അതേപോലെ നമ്മൾ പിന്നെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇത് ചെയ്തത്, വിദായിൻ്റെ തവാഫ്. സുബ്ഹാനല്ലാഹ്, അതും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമ്മൾ നേരത്തെ തിരക്ക് കൂടുന്നതിന് മുമ്പേ എന്ന് വിചാരിച്ചിട്ട് അത് ജുമാൻ്റെ മുമ്പേ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ ഹസ്ബൻഡും ഞാനും പോയപ്പം അവിടെയും ഇതുപോലെ നമ്മൾ ആ തവാഫ് ചെയ്യുമ്പോഴും ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലുവേദനയായിട്ട് ഒരാൾ നടക്കാൻ പറ്റാതെ കരയായിരുന്നു ആളെന്നാണ് പറയാൻ. ഒരു 2 തവാഫും കൂടെ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ വൈഫ് അവരെ താങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യും വേണം. കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട്. ഒരു വലിയൊരാൾ നമ്മളങ്ങനെ കരയുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, ഈജിപ്ഷ്യൻസ് ആണ്. അപ്പോൾ എന്തോ അൽഹംദുലില്ലാ എന്നൊരു ചെറിയൊരു കൈത്താങ്ങ് നമ്മൾക്കും കൊടുക്കാൻ പറ്റി. ആ രീതിയിൽ അവരും കംപ്ലീറ്റ് ചെയ്ത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരവിടുന്ന് പോയി. പിന്നീട് അൽഹംദുലില്ലാ നല്ല രീതിയിൽ തവാഫും ഒക്കെ ചെയ്ത് പിന്നെ ജുമാ വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതൊക്കെ ഒരു കാബ് നോക്കിയ നമ്മൾ അവിടെ താഴെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് അപ്പുറത്തും ഞാൻ ഇപ്പുറത്തുമായിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. മുകളിൽ പോയിരുന്നു. പക്ഷേ ഞാൻ കാബ് കാണുന്ന തരത്തിൽ തന്നെ പോയിരിക്കണം എന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹം. എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് പഠിച്ചവൻ എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഭാഗത്ത് എത്തിക്കലുണ്ട്. ഇച്ചിരി ഒരു പൊടിയെങ്കിലും നമുക്കങ്ങനെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ അവിടെ ഹറമിലിരിക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ തന്നെ ഇരിക്കാനും പറ്റി. പിന്നെ ആ സമയത്ത് ഒരുപാട് അടുത്തിരിക്കുന്നവരും ഹജ്ജിനെ കുറിച്ചും അത് കംപ്ലീറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിക്കും. ഏത് നാട്ടുകാരാണെങ്കിലും നമുക്കൊക്കെ സംസാരിക്കാൻ ഒരു കാര്യം തന്നെയുള്ളൂ, നമ്മുടെ ഹജ്ജ് അത് സ്വീകരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും ഒക്കെ തന്നെ. അൽഹംദുലില്ലാ. പിന്നെ ഇതും കഴിഞ്ഞ് നമ്മളെ പിന്നെ വളരെ ചെറിയ രീതിയിൽ തന്നെയായിരുന്നു അന്ന്. ചൂടായത് കാരണമായിരിക്കും ചെറിയ സുഹൃത്തുക്കളൊക്കെ ഓതിയിട്ട് അങ്ങനെ ജുമായും കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാണാൻ ആഗ്രഹിച്ച 2 പേരെ അവിടെ വെച്ച് വീണ്ടും ഒരു കുറഞ്ഞ പറഞ്ഞു ബസ് പെട്ടെന്ന് വരും, ലഞ്ച് കഴിഞ്ഞപ്പോൾ അവിടെ പോകണം, ഇവിടെ നിൽക്കാനൊക്കെ അങ്ങനെ സമയമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ എങ്ങനെയൊക്കെയോ അവർ 2 പേരും വന്ന്. അസ്നെ എനിക്ക് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളോട് കണ്ടില്ലെങ്കിലും നമ്മൾ കെട്ടിപ്പിടിച്ചൊന്ന് കൂട്ടിക്കും. പക്ഷേ നേരിട്ട് കാണാനും കെട്ടിപ്പിടിക്കാനും പിന്നെയും സാധിച്ചു അൽഹംദുലില്ലാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ ഷിന്നയെ എനിക്ക് അവിടെ വെച്ച് പിന്നെ അവർ കുറേ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഓടിപ്പാഞ്ഞ് വന്ന് അവരെയും കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ പിന്നെ വിദായിൻ്റെ തവാഫും ഒരു വല്ലാത്തൊരു ഇങ്ങനെ പറയില്ലേ, നനുത്ത ഓർമ്മ എന്ന് പറയുന്ന പോലെയാണ്. ആ ഒരു പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു വിഷമം. കാരണം ആളുകൾ തട്ടിപ്പോകുമ്പോൾ പോലും ആൾക്ക് അനങ്ങാൻ പറ്റാത്ത പോലെ ഒരു വേദന സഹിച്ചുകൊണ്ട് അത് ആ തവാഫ് കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ എനിക്ക് പറ്റുന്നില്ല, ഞാൻ മാറിയിരിക്കട്ടെ എന്നാൾ വിചാരിച്ചില്ല. എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു നിയത്തിൽ തന്നെയായിരുന്നു ആളുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അത് എളുപ്പമാക്കി കൊടുക്കട്ടെ. ഷിഫായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ആ ഒരു സമയത്ത് എന്തോ കാലിൽ ചെറിയൊരു മുറിവ് കണ്ടു. പക്ഷെ ജയിക്ക് പറയുന്നത് അതിൻ്റെ വേദനയല്ലാന്ന് തോന്നുന്നുണ്ട്, എന്തോ മസിലിൻ്റെ എന്തോ വേദനയായിരിക്കണം എന്ന് തോന്നുന്നുണ്ട് പറയണ്ടായി. സുബ്ഹാനല്ലാഹ്. എന്തായാലും അങ്ങനെ അൽഹംദുലില്ലാ. പിന്നീട് നമ്മൾ തിരിച്ചു വരുമ്പോഴും കുറച്ച് ഫ്ലൈറ്റ് ഡിലേ ആയി. നമ്മൾ ബസ് അവിടെ എത്തിയെങ്കിലും നമ്മൾ അങ്ങോട്ട്, പക്ഷെ അവിടെയൊക്കെ തന്നെ എന്താ പറയുക, നമ്മൾക്ക് ക്ഷമ അല്ലേ, പരീക്ഷണങ്ങൾ അതിലൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ.
ഭക്ഷണം കിട്ടാത്തതോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സമയം ലേറ്റ് ആകുന്നതോ, ബസ് ലേറ്റ് ആകുന്നത്, ബസ് നമ്മളിപ്പോൾ അവിടെ എത്തിയാൽ തന്നെ നമ്മൾ അങ്ങോട്ട് കയറ്റാത്തത്. അപ്പോൾ അവിടെയൊക്കെ നമ്മളെന്താ ഇതെന്താ ഇങ്ങനെ എന്ന് നമ്മൾ ആ ഒരു എന്താ ഇങ്ങനെയെന്ന് ചോദിക്കേണ്ട. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നമുക്കിങ്ങനെ എന്താ പറയുക ചിന്തിക്കാനും നമുക്ക് അള്ളാഹുവിനെ ഓർക്കാനും സമയങ്ങൾ പഠിച്ചുകൊണ്ട് തരുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തഖ്വ കൊണ്ട് നമ്മൾ അതിനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു അടുത്തൊരു സ്റ്റെപ്പ് അല്ലേ ഈസി ആക്കി തരുമ്പോൾ നമുക്ക് അതിനെ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ റബ്ബിനോട് ചോദിച്ചു, അപ്പം എനിക്ക് അടുത്ത അല്ലേ ഇത് കിട്ടിയല്ലോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ റബ്ബിനോട് എനിക്ക് ആകെ നമ്മൾ വെപ്രാളപ്പെടുകയാണ് നമുക്ക് കിട്ടാത്തൊരു സംഗതിനെ കുറിച്ചിട്ട്. അപ്പം നമുക്ക് എന്താണ്, അത് കിട്ടിയാലും നമുക്കത് എന്തെങ്കിലുമൊക്കെ അത് കിട്ടിയല്ലോ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ റബ്ബെ എനിക്കത് കിട്ടിയില്ലല്ലോ, റബ്ബെ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ നമ്മൾ പിന്നെ അതേപോലെ നമ്മൾ ദിക്റുകളും ദുആകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ആഗ്രഹിച്ചൊരു സാധനം കിട്ടുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് അല്ലേ, നമ്മൾ ഉള്ളിൽ ആ ഒരു അള്ളാഹുവിനോടുള്ളൊരു തൃപ്തി, ആ തൃപ്തി വരുമ്പോഴല്ലേ അള്ളാഹുവിന് നമ്മളോടും തൃപ്തിയുള്ളൂ. റബ്ബ് നമുക്ക് തരുമ്പോൾ നമുക്കുണ്ടാവുന്ന തൃപ്തി അല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും തഖ്വ, അതിലൂടെ നമുക്ക് ഉണ്ടാവേണ്ട ക്ഷമ, കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റായിട്ട് നമ്മളെ തന്നെ പാകപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ഹജ്ജ് കർമ്മം നമുക്ക് നിർവഹിക്കാനും സാധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ലൈഫിൽ എത്രയും വേഗം നമ്മളത് ചെയ്യുകയും പിന്നെന്ത് വേണം, നമ്മൾ നേരത്തെ ചെയ്താൽ എന്താണ്, ആ തഖ്വയെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സമയം കിട്ടുകയാണ്. നമുക്ക് ആ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടിയ പാഠങ്ങൾ വെച്ച് ജീവിക്കാൻ അറിയില്ല. നമുക്ക് ഇതിപ്പോൾ നാളെ തന്നെ മരിച്ചു പോകുമെന്ന് അറിയില്ല കേട്ടോ, സുബ്ഹാനല്ലാഹ്. പക്ഷേ നമുക്ക് എന്നാൽ തന്നെയും അല്ലേ നമുക്കൊരു ഇതാണ്, നമ്മൾ ഇനിയിപ്പോൾ മരിച്ചു പോയാലും നമ്മൾ ചെയ്തല്ലോ അല്ലേ, അൽഹംദുലില്ലാഹ്. ഇൻ ബിറ്റ്വീൻ നമുക്കറിയില്ലല്ലോ ഏത് സമയത്ത് മരിച്ചു പോകുന്നു. അപ്പോൾ മരണമൊക്കെ ഇപ്പം അസുഖങ്ങളും ഒക്കെ പണ്ടത്തെ പോലെയല്ല, നമ്മളിലേക്ക് ഇങ്ങനെ എന്താ പറയുക അറ്റാക്ക് ചെയ്ത പോലെ പെട്ടെന്നാണ്, ഒരു ആക്സിഡൻറ്റ് പോലെ അല്ലേ ഇപ്പോഴത്തെ ഓരോ സൂക്കേടുകൾ വരുന്നത്. ഇപ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, മാരകമായ അസുഖങ്ങളെ തൊട്ടെല്ലാം റബ്ബ് നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. അപ്പോൾ അങ്ങനെയൊന്നും അതിനെ കുറിച്ചല്ല, എന്നാൽ തന്നെയും നമ്മളൊരു കോമൺ ആയിട്ട് നമ്മളെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഒരു നടുക്ക് വെച്ച്, ഒരു പ്രായത്തിൻ്റെ ഒരു നടുക്ക് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചധികം സമയം കിട്ടുകയാണ് ആ ഒരു തക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ജീവിക്കും. കാരണം ഇങ്ങനെയും നമ്മൾ നേടിയെടുത്ത ഈ ഒരു ഹജ്ജിനെ നഷ്ടപ്പെടുത്താൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ല. ജീവിതത്തിൽ നമുക്ക് പറ്റുന്നവർക്ക് അല്ലേ ഇതുപോലെ കഴിവും അതൊക്കെ ഉണ്ട്, ആരോഗ്യം ഉണ്ടവർക്ക് വീണ്ടും ചെയ്യാൻ സാധിച്ചേക്കാം. അള്ളാഹു ആ ഒരു ഇത് നമുക്ക് തരുന്നെങ്കിൽ നമുക്ക് ആ ഒരു തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ, ആമീൻ. അതല്ല നമുക്ക് ആ ഒരു ഹജ്ജ് മാത്രമാണ് നമുക്ക് റബ്ബ് കണക്കാക്കിയതെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുകയാണ്. തഖ്വയോടുകൂടി അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടിയ പാഠങ്ങൾ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ റബ്ബിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കാൻ. അപ്പം നമ്മൾക്ക് കുറച്ചുകൂടി ആ ഒരു സൂക്ഷ്മത കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഹജ്ജ് നമ്മളെ പഠിപ്പിക്കും. ആ ഹജ്ജ് നഷ്ടപ്പെടുത്താൻ ആരും ശ്രമിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എത്ര നഷ്ടക്കാരാണ് എന്ന് നമുക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾക്ക് പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഹജ്ജിന് പോയവർക്കും മുമ്പുള്ളവർക്കും ഇപ്രാവശ്യം പോയവർക്കും ഇനി നാളെ പോകുന്നവർക്കും ഒക്കെ ഉണ്ടാക്കി. അത് അള്ളാഹുവിൽ നിന്നുള്ള ടെസ്റ്റ് മാത്രമാണ്. ആ ടെസ്റ്റിൽ നമ്മൾ പാസ്സാവുക തന്നെ വേണം. അവിടുത്തെ ടെസ്റ്റ് ഒരു സ്പെഷ്യൽ ടെസ്റ്റാണ്. ആ കുറച്ച് ദിവസങ്ങളിൽ അത് അടുപ്പിച്ചാണ് ടെസ്റ്റ് ഉണ്ടാവുക എന്നതും കൂടെ, അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളുമായിരിക്കും. അപ്പോൾ അവിടെ ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ നമ്മൾ കൊണ്ടുപോകണം. പിന്നീടും ഈ പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൽ അള്ളാഹു ഇത് നിലനിർത്തുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് പലതരം ടെസ്റ്റുകൾ തന്നുകൊണ്ടേയിരിക്കും. അതിനെ അങ്ങനെ തന്നെ കാണുക. ഏറ്റവും നല്ല രീതിയിൽ തഖ്വയോട് കൂടിയിട്ട് നമുക്ക് മരണം വരെ ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഇൽമു കൊണ്ടും അമല് കൊണ്ടും റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും, നമ്മുടെ നമസ്കാരവും, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും, നമ്മുടെ ഈ ഒരു ഇതുപോലെ നമ്മൾ പഠിക്കാനിരിക്കുന്നതും എല്ലാം തന്നെ ഏറ്റവും നല്ല സ്വാലിഹായ അമലാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ മനുഷ്യരാണ്, നമ്മളിൽ നിന്ന് തെറ്റുകൾ വന്നു പോകുന്നുണ്ടാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ തെറ്റുകളും അല്ലേ തേച്ച് മായ്ച്ച് അല്ലെ നമ്മളെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വിളിച്ചു കയറ്റുന്ന ആ ഒരു അല്ലേ വദഖുലി ഫീ ഇബാദി വദഖുലി ജന്നതി, എപ്പോഴും ആ ഒരു ആയത്തിനെ ആലോചിക്കുക. എൻ്റെ റബ്ബ് എന്നെ വിളിച്ച് കയറ്റുന്നത്, ഇഷ്ടപ്പെട്ടവരോടൊപ്പം അതാ കയറിക്കോ എന്ന് പറയുന്ന ആ ഒരു കൂട്ടരുടെ കൂട്ടത്തിലാകാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ കൂട്ടരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ വദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا اللهم أعنا على ذكرك وشكرك وحسن عبادتك آمين 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 يا رب العالمين. السلام عليكم ورحمة الله وبركاته.